യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ത്രിലോകനാഥനായിരിക്കുന്ന ഹരി, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി നിങ്ങളുടെ എല്ലാവരുടെയും മനോഭിലാഷങ്ങൾ നിറവേറ്റട്ടെ എന്നതാണ് ഈ മംഗളസ്തുതിയുടെ അവസാനത്തെ വരി, 4-ാം പാദം. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ബന്ധം നന്നായകറ്റാൻ മഹിമയധികമാക്കേണമെന്നുള്ളിലോർത്തിട്ടാണോ നീ ജാതനായി കഠിനത പൊഴിയും കൂട്ടിലക്കൂരിരുട്ടിൽ തൻ പെറ്റോർ അവരുടെ അരികത്തമ്പി നിന്നൻപുകാട്ടി തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടാം അൻപു തേടി. തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടാം അൻപു തേടി. ഹരിഃ ഓം, ഹരിഃ ഓം. എല്ലാവരും കൂടെ ഇതാ 3 തവണ ഓംകാര ജപം എന്ന് പറയുന്ന ആ തപോനുഷ്ഠാനം, കൂട്ടായ തപസ് അനുഷ്ഠിക്കൂ. എല്ലാവരും കൂടി കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് വിഷമമില്ലാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് കൂടെ ജപിക്കുക. എത്ര മുഖങ്ങളുണ്ടോ ആ മുഖങ്ങളിൽ നിന്നെല്ലാം ഈ ജപം നിർഗളിക്കണം. ഓ ഈ മൈക്കിലൂടെയുള്ള എൻ്റെ ശബ്ദത്തിനെ കവച്ചു വയ്ക്കണം നിങ്ങളെ എല്ലാവരുടെയും കൂട്ടധ്വനി. ഓ ഹരിഃ ഓം തത്സ. 29 അധ്യായങ്ങളുള്ള ഉദ്ധവോപദേശമുണ്ടല്ലോ, ഉദ്ധവഗീത എന്ന് തന്നെയാണ് ഇതിനെ പറയാറുള്ളത്. മുക്തിസ്കന്ധത്തിൻ്റെ കാതലും കഴുമ്പും സമഗ്രവും സാരവും സർവസ്വവും ഒക്കെ ആയിട്ടുള്ളത്. അതിൽ കൃഷ്ണൻ ജ്ഞാനമാണ് ഉപദേശിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. പരമാത്മാവും പരബ്രഹ്മവും തത്വമാണ്. ഈ തത്വം എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും മാത്രമാണ് അത് പാത്രമാവുക. ബുദ്ധിക്കും മനസ്സിനും മാത്രമാണ് അത് വിഷയമാവുക. ബുദ്ധി കൊണ്ടാണ് നമ്മൾ തത്വങ്ങളെ എല്ലാറ്റിനെയും ഗ്രഹിക്കുക. അപ്പോൾ ആത്മതത്വം ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ബുദ്ധിക്ക് വിഷയമാകുന്നതാ. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയും ഇൻഫിനിറ്റി എന്ന് പറയാറുണ്ട്. എന്താണ് ഈ ഇൻഫിനിറ്റി? അനന്തത. ആ അനന്തതയ്ക്ക് ഒരു സിമ്പിളും ഉണ്ട്, ഇങ്ങനെ 8 തിരിച്ചിട്ട മാതിരി. അങ്ങനെ ഒരു സാധനമുണ്ടെന്ന് ബുദ്ധിക്ക് മാത്രമല്ലേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്താ മിണ്ടാത്തെ? അതുപോലെ പൂജ്യം എന്ന് പറഞ്ഞു. എന്താണ് ഈ പൂജ്യം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുമോ? സാധിക്കില്ല. അങ്ങനെ പൂജ്യം എന്നതോ ഇൻഫിനിറ്റി എന്ന് പറയുന്നതോ നമ്മുടെ ബുദ്ധിക്ക് മാത്രം ഗോചരമാകുന്നതാണ്. അതേമാതിരി നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും മാത്രം വിഷയമാകുന്നതാണ്
ഈശ്വരതത്വം, ബ്രഹ്മതത്വം, പരമാത്മതത്വം എന്ന് പറയുന്നതൊക്കെ. അപ്പം അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അധ്യായമാണത്. അവസാനമായിട്ടുള്ള ഉപദേശമാണ് ഇതിലുള്ളത്. അങ്ങേ അറ്റത്തെ ജ്ഞാനമാണ് ഇത്. എത്രത്തോളം എനിക്കിവിടെ എടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. വളരെ വിശേഷപ്പെട്ട ഭാഗമാണ്. അപ്പം അതിൽ കൃഷ്ണൻ തുടക്കം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ പറ്റി നിങ്ങളൊന്നും പറയാൻ പോകരുത്. സ്തുതിക്കാനും പോണ്ട, നിന്ദിക്കാനും പോണ്ട. എന്താ അതിന് കാരണം? ഈ ലോകം മുഴുവനും മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത ഒരു സാധനമാണിത്. അതിൻ്റെ പുറകെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉദ്ധവന്റെ മനസ്സിനെ പൂർണ്ണമായി പിന്തിരിപ്പിക്കണം അതിൽ നിന്ന്. അതാണ് ആവശ്യം. ലോകത്തിൽ ധാരാളം ഇടപെട്ടുകൊണ്ട് പൂഴ്ന്നു കിടക്കുകയാണ് നമ്മുടെ മനസ്സ്. അങ്ങനെ പൂഴ്ന്നു കിടക്കുന്ന മനസ്സിനെ തത്വോപദേശം കൊണ്ട്, ഉപദേഷ്ടാവിൻ്റെയും പ്രവക്താവിൻ്റെയും പ്രഭാവം കൊണ്ട് പറയുന്ന തത്വങ്ങളുടെ ആ വിശേഷപ്പെട്ട അതിസൂക്ഷ്മമായ തത്വങ്ങൾ കർണപുടങ്ങളിലൂടെ മനസ്തലത്തിലും ഹൃദയതലത്തിലും ബുദ്ധിതലത്തിലും പ്രവേശിച്ച് ആ ധാരണകളെ മുഴുവൻ ഒഴിവാക്കി ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ലോകത്തിന്. കൈയഴച്ച് ആ സാധനം താഴത്തങ്ങോട്ട് വീഴണം. ലോകം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാവരുതെന്ന്. അത് ഇല്ലാതെ ഇരിക്കാൻ പറ്റിയ തരത്തിലുള്ള തത്വോപദേശമാണ്, തത്വോക്തികളാണ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഈ 11ാം സ്കന്ധത്തിൽ മുഴുവൻ അതാണ്. ആ മുഴുവൻ അതായാലും ഇവിടെ അത് സംഗ്രഹിച്ച് അവസാനം ഒരു സമാപനം, ഒരു മകുട ചൂടാമണി എന്നുള്ള നിലയ്ക്കുള്ള ഉപദേശമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയത് എന്താ? കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യാ വസ്തുനഃ കിയത് വാചോദിതം തനൃതം മനസാധ്യാതമേവച. നിങ്ങളിവിടെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് ആദരിക്കാനും നിന്ദിക്കാനുമുള്ളത് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഭദ്രം അഭദ്രം എന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പൊ സ്വപ്നത്തിൽ ഒരാൾ നല്ല ആളെ കണ്ടു, നല്ല സൗന്ദര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ നല്ല ഒരു സുന്ദരിയാ സ്വപ്നം കണ്ടത്. കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. അവസാനം നല്ല സ്നേഹം തോന്നി. അതൊക്കെ കഴിഞ്ഞു എണീറ്റു. ഞാൻ സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ അച്ഛനമ്മമാരോട് അവിടെ പെണ്ണ് പറയാൻ ആരെങ്കിലും പോവോ? പറയോ ആരെങ്കിലും? അത് നടന്നത് സ്വപ്നമാണെന്നുള്ളത് മനസ്സിലായാൽ പിന്നെ ആ പോക്കവിടെ ഇല്ല. കാര്യം കണ്ടതിന് സൗന്ദര്യമുണ്ടാകാം, അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളുന്നത് മാതിരി കിം ഭദ്രം കിമഭദ്രം വാ. ഇവിടെ ഭദ്രമായിട്ടുള്ളതോ അഭദ്രമായിട്ടുള്ളതോ വേറെ വേറെ വേർതിരിക്കാനൊന്നുമില്ല. ദ്വൈതസ്യ അവസ്തുനഃ കിയത്. ഈ ദ്വൈതം ദ്വൈതം എന്ന് പറഞ്ഞാൽ താരതമ്യ പഠനം നടത്താൻ വേണ്ടി നമുക്ക് സൗകര്യങ്ങളും സാധ്യതകളുമെല്ലാം നൽകിക്കൊണ്ട് അനേകത്വം എന്ന് പറയുന്ന ആ പ്രകടന വിലാസമുണ്ടല്ലോ, ആ പരിലസനത്തെയാണ് ഈ വാസ്തവത്തിൽ നമ്മൾ പിന്നാലെ പോകുന്നത്. അത് ദ്വൈതമാണ്. ആ ദ്വൈതം വാസ്തവത്തിൽ വസ്തുനിഷ്ഠം അല്ലാതെ ഇരിക്കെ വാചോദിതം തദനൃതം. നിങ്ങൾ എത്ര തന്നെ വാക്കുകൊണ്ട് നിങ്ങൾ വിവരിച്ചാലും വർണ്ണിച്ചാലും ഇത് അനൃതമാണ്, അസത്യമാണ്. മനസാധ്യാതമേവച. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നിങ്ങൾ എന്തെല്ലാം ധ്യാനിക്കുന്നുണ്ടോ അത് മുഴുവനും അനൃതം. അനൃതം. ഋതം എന്ന് പറഞ്ഞാൽ വാസ്തവം, വസ്തുനിഷ്ഠം, സത്യം എന്നർത്ഥം. അനൃതം എന്ന് പറഞ്ഞാലോ അതിന് വിപരീതമായിട്ടുള്ളത്. ഈ വർത്തമാനം അങ്ങോരിപ്പ പറഞ്ഞത്, കൃഷ്ണൻ ഇപ്പൊ പറഞ്ഞതല്ല, ഇതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഒരു ശ്ലോക ഷഡ്കം എന്ന് പറയും ഏകാദശ സ്കന്ധത്തിൽ. കൃഷ്ണൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. അതിലാദ്യം പറഞ്ഞതാണ് എന്തെല്ലാം ഇവിടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണ് കാത് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടോ നാം കാണുന്നുണ്ടോ, വ്യപദേശിക്കുന്നുണ്ടോ, വിവരിക്കുന്നുണ്ടോ, പറഞ്ഞ് സമർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവനും നശ്വരമാണ്, ഗ്രഹിക്കപ്പെടുന്നതാണ്, ഗ്രഹിക്കുന്നതല്ല. അത് മുഴുവനും മായാമനോമയമായി മനസ്സിലാക്കൂ, മനസ്സിലാക്കൂ എന്ന് ഉറപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വാചോദിതം തദനൃതം മനസാധ്യാതമേവച. അപ്പൊ ഈ ഒരു ഉപദേശം, ഈ ഒരു വിലയിരുത്തല് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഇവിടെ വന്നോട്ടെ പോയിക്കോട്ടെ, നമ്മൾ അക്രമരൂപത്തിൽ, ചതിരൂപത്തിൽ, കൊലരൂപത്തിൽ എന്തെല്ലാം കാണുന്നു ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിൽ നടന്ന സംഭവം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. നമ്മുടെ മനുഷ്യരാണേ, അമ്മ പെറ്റ കുട്ടികളെ സ്ത്രീകളിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്നാ ജനിച്ചിരിക്കുന്നത്. അമ്മിഞ്ഞ കുടിച്ച് വളർന്നിട്ടുള്ളവരാണ് നമ്മൾ. ഏതൊരു സ്ത്രീയെയും ഏതൊരു പെൺകുട്ടിയെയും കണ്ടാൽ ആ അമ്മയുടെ മുഖം, ആ ബിംബം ആ കുട്ടിയിൽ കാണാതെ നിവൃത്തിയില്ല.
അങ്ങനെയുള്ളവരോടാണ് പെട്ടെന്ന് എന്തോ ഒരു രാക്ഷസ രൂപത്തിലുള്ള പെരുമാറ്റം നമുക്ക് വരണത്. എന്താ ഇതിനർത്ഥം? എന്നാൽ ഇതിന്റെ പിന്നിലും ഇല്ലേ ഒരു ദിവ്യത്വം ഉണ്ട്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഈശ്വരഹസ്തങ്ങളും ഈശ്വരേച്ഛകളും ഈശ്വരന്റെ ഹിതങ്ങളും ഇംഗിതങ്ങളുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടതയോ ഇങ്ങനെയുള്ള ക്രൂരതയോ ഇങ്ങനെയുള്ള താളം തെറ്റിയ പെരുമാറ്റമോ എല്ലാം തന്നെ നമുക്ക് തട്ടിയങ്ങോട്ട് കളയാൻ പറ്റില്ല. ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എന്തിനു വേണ്ടി? നമ്മളിൽ വൈരാഗ്യം ജനിപ്പിക്കാൻ, നമ്മളിൽ അനുഭാവം ജനിപ്പിക്കാൻ, നമ്മളിൽ സ്നേഹവും സ്നേഹമസൃണതയും ദയവും ജനിപ്പിക്കാൻ. എന്തെല്ലാം ഇവിടെ ഹീനകൃത്യങ്ങളുണ്ടോ, ക്രൂരകൃത്യങ്ങളുണ്ടോ, ദുഷ്ടതകളുണ്ടോ, അതിനോടെല്ലാറ്റിനും നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ടത് അനുഭാവമാണ്. നമുക്കങ്ങനെയൊന്നും തോന്നാതിരിക്കട്ടെ എൻ്റെ പൊന്നീശ്വര എന്ന് പറയുക ഒരു പ്രാർത്ഥന. അതോടുകൂടി എവിടെ കണ്ടുവോ ആ കൊണ്ടതോട് ഒരു വെറുപ്പ് തോന്നരുത്. ഏതോ കുട്ടികളും ഏതോ ജനങ്ങളുമാണ് ഇത് ചെയ്തത്. നമ്മുടെ വീട്ടുകാരും നമ്മളും അല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു വിശാല കുടുംബമാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലേ ഈ തെറ്റൊക്കെ ചെയ്യുന്നത്? എന്താ അവരും മിണ്ടാത്തെ? കാര്യം നമ്മൾക്ക് ശരീരം ജനിച്ച അച്ഛൻ, അമ്മ, അതിലുണ്ടായ സഹോദരന്മാർ, അതൊരു ചെറിയ കുടുംബമാണ്. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ഭൂതലത്തിലാണ്. ഭൂസന്തതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ ഭൂമിയുടെ സന്തതികളാണ്. ആ നിലയ്ക്ക് നമ്മളെല്ലാം ഭൂകുടുംബത്തിൽപ്പെട്ടതാണ്. വസുധൈവ കുടുംബകം എന്നാണ് നമുക്കുള്ള ആദർശം. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ അയം ബന്ധുരയം നേതി ഗണനാലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. എത്ര മധുരമായിരിക്കുന്നു! കുട്ടികളെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുവപ്പാ. ഈ 32 അക്ഷരം അവരെ കൊണ്ട് ഉരുവിടിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം അച്ഛനമ്മമാരിത് പഠിക്കൂ. അയം ബന്ധുരയം നേതി, ഇതെനിക്ക് ബന്ധുവാണ്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അയം നേതി, ഇതങ്ങനെയല്ല. അതെ, അവൻ നല്ലവനാകട്ടോ, മറ്റവനെ മിണ്ടരുത്. ഇങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ ആവരുത്. അയം ബന്ധുരയം നേതി ഗണനാ ലഘുചേതസാം. ഗണനാ ലഘുചേതസാം. ഈ ഒരാൾ എൻ്റെ ബന്ധു, എനിക്ക് വേണ്ടപ്പെട്ടവൻ, ഇനി ഒരാൾ അങ്ങനെയല്ല എന്നിങ്ങനെ വേർതിരിച്ച് വ്യത്യാസപ്പെടുത്തി വിഭജിച്ച് കാണുന്നതുണ്ടല്ലോ, ഇത് മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ലഘുചേതസാം. നല്ല ഇടുങ്ങിയ മനസ്സുള്ളവർക്കാണ് ഇങ്ങനെയുള്ള വിചാരം, വിഭാജക ദൃഷ്ടി ഉണ്ടാവുക. ഉദാരചരിതാനാം തു, ആർക്കാണോ ഉദാരമായിരിക്കുന്ന ഒരു മനസ്ഥിതിയും ഉദാരമായിരിക്കുന്ന ഒരു ചരിതവും ഉള്ളത് അവർക്കാർക്കും ഇങ്ങനെ തോന്നില്ല. അവരുടെ നില എന്താ? വസുധൈവ കുടുംബകം. വസുധൈവ കുടുംബകം. ഒന്ന് പറയിൻ. വസുധൈവ കുടുംബകം. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിങ്ങനെ ആവണം. ഞാൻ ശരീരം എങ്ങനെ ആവണം എന്ന് പറയണില്ല. എല്ലാവരെയും വിളിച്ച് വീട്ടിൽ പാർപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് ലോകത്തിലുള്ള ഭൂസന്തതികളെ മുഴുവനും പാർപ്പിക്കണം, മുഴുവനും പാർപ്പിക്കണം. മനസ്സ് വിശാലമാകട്ടെ. മനസ്സിന് ഭിത്തി കെട്ടാനോ അതിര് കെട്ടാനോ ലോകത്തിൽ ഒരാളുമില്ല. ആകാശത്തെ പോലെ വലിപ്പമുള്ളതാണ് നമ്മുടെ മനസ്സ്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പാടുന്ന പാട്ടാണ് ആകാശവല്ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ നിർലിപ്തമായി വിശാലവും വിസ്തൃതവും അതിസൂക്ഷ്മവുമായിരിക്കുന്ന ഒരു വ്യാപ്തിയാണ് എൻ്റെ മനസ്സിന്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. നല്ലപോലെ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഈ വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ആ വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ലതും ചീത്തയും ഇടകലർത്തി പ്രകൃതി തന്നിരിക്കുന്നത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്ന 3 എണ്ണം. ആ 3 എണ്ണത്തിൽ തമസ്സും രജസ്സും ഉള്ളതുപോലെ സത്വമുണ്ട്, സത്വമുള്ളതുപോലെ രജസ്സും തമസ്സുമുണ്ട്. അതിൽ രജസ് വരുത്തി തീർക്കുന്നതാണ് കാമക്രോധാദികൾ, തമസ് വരുത്തി തീർക്കുന്നതാണ് അജ്ഞാനം, മോഹം, ആലസ്യം, ഇരുട്ട് എന്ന് പറയുന്നതൊക്കെ. സത്വഗുണമാണ് ബുദ്ധി, സുഖം, ജ്ഞാനം, സന്തോഷം എന്നിവ രചിക്കുന്നത്. ഇത് 3 ഒരുപോലെ ഇവിടെ നൃത്തം ചെയ്യും. കൈ കോർത്ത് പിടിച്ച് വട്ടംപാലം ചുറ്റും ഇത്. അതാണ് ഭൂമണ്ഡലം. അതിൽ വന്ന് കയറിയതിന് ശേഷം നമുക്ക് ഈ 2നെയും അതിജീവിച്ചു പോകാൻ സാധിക്കണം. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ
നശ്വരം ഗൃഹ്യമാണം ച വിദ്ധിമായ മനോമയം. അതന്നെയാണല്ലോ ഇവിടെയും പറയുന്നത്. വാചോദിതം തദനൃതം 4-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് 28-ാം അധ്യായത്തിൽ. വാക്കുകൊണ്ട് അല്ലെങ്കിൽ മനോമണ്ഡലത്തിൽ എന്തെല്ലാം നമുക്ക് ഉദിക്കുന്നുവോ, ആശയരൂപത്തിൽ, പ്രത്യയരൂപത്തിൽ, ഭാവരൂപത്തിൽ, ധാരണാരൂപത്തിൽ, അത് മുഴുവനും അനൃതമാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതും ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിഗമനത്തിൽ എത്തിച്ചേരുന്നതും ഒക്കെ അനൃതം. യത്ര സർഗോ മൃഷാ ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. അവിടെ പറയാണ് യത്ര സർഗോ മൃഷാ. ഇതിന്റെ എല്ലാറ്റിൻ്റെയും മൂലപ്പൊരുൾ എന്താന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കുന്ന പക്ഷം എല്ലാറ്റിൻ്റെയും മൂലപ്പൊരുൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത്? ഘനരൂപത്തിൽ ഖരരൂപത്തിലുള്ളതാണ് ഭൂമി, ദ്രവരൂപത്തിലുള്ളതാണ് വെള്ളം, വാതരൂപത്തിലുള്ളതാണ് വായു, അവിടുന്ന് അങ്ങയുടെ അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്, എനർജിയാണ്. ഇതിനെല്ലാറ്റിനും അപ്പുറത്താണ് നിർവികാരമായിരിക്കുന്ന ആകാശം, അതിസൂക്ഷ്മം. ആ സൂക്ഷ്മാകാശത്തിൽ നിന്നേ ഈ ഗോളങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാറ്റിൻ്റെയും ഉറവിടം വേർതിരിക്കാൻ പറ്റാത്തതും തിരിച്ചറിയാൻ പറ്റാത്തതുമായ ഒരു ആകാശകോശമാണെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള സാധനത്തിന് എന്താണ് നിക്കക്കള്ളി? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ആ അവസാനം ആ പറയുന്ന അവാച്യമായിരിക്കുന്ന ഒരു മൂലത്തിൽ നിന്നുണ്ടായതാണ് ഈ കാണുന്നത് മുഴുവനും മുഴുവനും മുഴുവനും. ഈ കനപ്പെട്ട ഭൂമി ഉണ്ടായത് കനമില്ലാത്ത ആകാശത്തിൽ നിന്നാണെങ്കിൽ അതിന് തികച്ചും നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടാവുന്ന സ്വപ്ന പദാർത്ഥങ്ങളെ, സ്ഥൂല പദാർത്ഥങ്ങളെ പോലെ ഒരു അർത്ഥമേ ഉള്ളൂ. അതാണ് മുമ്പ് നവയോഗി സംഭാഷണത്തിൽ പറഞ്ഞത്. അവിദ്യമാനോപ്യവഭാതി ഹിദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ തത് കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. ഇത് മുഴുവൻ വിവരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നതിന് മുഴുവൻ ആധാരം, അധിഷ്ഠാനം. നിങ്ങളുടെ മനസ്സാണ് ഈ പ്രപഞ്ചത്തിന്റെ നിൽപ്പിന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നത്. എൻ്റെ മനസ്സാണെങ്കിൽ എൻ്റെ മനസ്സിൽ കടന്ന് പ്രവേശിച്ചാൽ എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ ആ സമ്പർക്കങ്ങളും അനുഭവങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊരു ബോധ്യം വരുത്താൻ. അപ്പൊ നവയോഗി സംവാദത്തിൽ സംസാരിച്ചതോ അവിദ്യമാനോപ്യവഭാതി ഹിദ്വയോ. അവിദ്യമാനഃ, ഈ ലോകം മുഴുവനും ഇല്ലാത്തതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇത് ശ്രീമദ് ഭാഗവതത്തിന്റെ പരമമായ വാക്കാണ്, വിലയിരുത്തലാണ്. ഇതിൽ ഒരൊറ്റ ആളും പറയണ്ട ഇത് ഭഗവാന്റെ ലീലയാ, ഭഗവാന്റെ വിലാസ, നിങ്ങളെ കണ്ണുനീരൊക്കെ കാണാൻ ഭഗവാന് സന്തോഷ എന്നുള്ള വാക്കൊന്നും പറയരുത്. അതിനൊന്നും ഒരർത്ഥമില്ല. അന്വേഷിച്ച് ചെന്നാൽ ഉള്ളി തൊലി ഉരിച്ച മാതിരിയാ. ഉള്ളി അങ്ങോട്ട് ഉരിച്ചു പോയാൽ ഉള്ളിൽ തൊലി മാത്രമേ ഉള്ളൂ, പിന്നെ കഴുമ്പില്ല. അതാണ് ഉള്ളിയുടെ നില. അതുമാതിരി നിങ്ങൾ ഈ ലോകം അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറൂ. ആ മനസ്സിന്റെ തൊലികൾ ഉരിച്ചെടുക്കൂ. അവസാനം കാണാം ഉറക്കം പോലെ ഒന്നുമില്ലാത്ത ഒരു മൂലപ്പൊരുളാണ് അവിടെ ഉള്ളത് എന്ന്. അവിദ്യമാനോപ്യവഭാതി, ഇല്ലാത്തതാണ് ഈ ലോകമെന്നുണ്ടെങ്കിലും അവഭാതി, പ്രകാശിക്കുന്നു. അതിനുള്ള കാരണം എന്ത്? ദ്വയോധ്യാതുർധിയ, അത് കാണുന്നവന്റെ ബുദ്ധി. ഇവിടത്തോളം ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പിൽ വരുമോ എൻ്റെ കൂടെ? ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുന്നു. നിങ്ങൾ കാണപ്പെടുകയാണ്. ഞാൻ നിങ്ങളെ കാണുന്നതിൽ നിങ്ങൾ കാണപ്പെടുന്ന വസ്തുവാ എൻ്റെ കാഴ്ചയിൽ. അപ്പൊ എൻ്റെ കാഴ്ചയിൽ കാണപ്പെടുന്നതാണ് നിങ്ങൾ. കാണപ്പെടണമെങ്കിൽ കാണുന്ന ഒരുത്തൻ അവിടെ വേണം. അപ്പൊ എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയുമാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ച് ഈ കാണുന്ന ദൃശ്യത്തിന്റെ മുഴുവൻ പതിപ്പെടുക്കുന്നത്. അപ്പൊ ആ ദൃശ്യപ്പതിപ്പ് മുഴുവൻ ഉണ്ടാവാനുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള മനസ്സോ അതോ പുറം വസ്തുക്കളോ? അതാ ഇവിടെ പറയുന്നത്. അവഭാതി ഹിദ്വയോ ധ്യാതുർധിയ, ഇതിനെ മുഴുവനും കണ്ടറിയുന്നതായ ബുദ്ധിയിൽ ഉദിക്കുന്നതായ ബുദ്ധിവൃത്തികളും ഛായകളും പരിണാമങ്ങളോ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ്. തത് കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ, ഇങ്ങനെ എന്തിനെ വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളുണർവ് രൂപത്തിലുള്ള മനസ്സിനുണ്ട്. അതിന്റെ ദൃഷ്ടാന്തമാണ് സ്വപ്നത്തിലുള്ള ലോകരചന.
ഈ ജാഗ്രത് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ സമാനമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് സ്വപ്നത്തിൽ രചിക്കുന്നത്. ഒരു കുറവും അതിലില്ല, എല്ലാം അതിലുണ്ട്. അപ്പൊ സ്വപ്നത്തിൽ മനസ്സ് മാത്രമായിട്ടാണല്ലോ ലോകത്തെ രചിക്കുന്നത്. അപ്പൊ ലോകവസ്തുക്കളെ മുഴുവൻ രചിക്കാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് സ്വപ്നാനുഭവം തെളിയിക്കുന്നില്ലേ? എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ? സ്വപ്നത്തിലെ ആനയെ കാണാറില്ലേ? നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അമേരിക്കയ്ക്കും ഡൽഹിക്കും ഒക്കെ പോവാറില്ലേ? അവിടെ വിശക്കുമ്പോൾ ഹോട്ടലിൽ പോയി ഊണ് കഴിക്കണില്ലേ? വിശപ്പ് മാറാറില്ലേ? ചിലപ്പോൾ കല്യാണം കഴിക്കാറില്ലേ? അതിൽ മക്കൾ മരിക്കാറുണ്ടല്ലോ. എണീറ്റ് നോക്കിയാലോ ഒന്നുമില്ല. അപ്പൊ ഈ മനസ്സിന് സ്ഥൂല വസ്തുക്കളെ രചിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് തെളിയിപ്പിച്ചു തരുന്നതാണ് സ്വപ്നാനുഭവം. അതേപോലെയാണ് അതേ സ്വപ്നം കണ്ടവൻ, അതേ ഉറങ്ങിയവൻ എഴുന്നേൽക്കുന്ന സമയത്തും അവന്റെ ബുദ്ധിയും മനസ്സും ഇതാ ജാഗ്രത് പ്രപഞ്ചത്തെ രചിക്കുന്നതും സൃഷ്ടിക്കുന്നതും പരിലസിപ്പിക്കുന്നതും. ആ മനസ്സിനെ ബുധോ നിരുന്ധ്യാത് അഭയം തദസ്യാത്. അറിവുള്ളവൻ മനസ്സിൽ കടന്നു ചെല്ലണം. എന്നിട്ട് ആ മനസ്സിനെ നിയന്ത്രിക്കണം, അതിന് ശുദ്ധി വരുത്തണം. അതിനാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി കൊണ്ട്, ഈശ്വര വിശ്വാസം കൊണ്ട്, ജഗതീശ്വരനിലുള്ള അകൈതവമായിരിക്കുന്ന ആ ഒരു ഭക്തി, തന്മൂലമുണ്ടാകുന്ന ആശ്രയം എന്തു തന്നെ വന്നാലും. കരിമ്പന പോലെ ഒരാളായിരുന്നു ഹിരണ്യകശിപു. മീശയും മുറുക്കി വാളും കയ്യിൽ വെച്ച് അമ്പും വില്ലും കുന്തവുമായി ചെമ്പരത്തി പോലെയുള്ള കണ്ണുകളോടുകൂടി മകനെ നോക്കി അട്ടഹസിച്ചു. എവിടെയാടാ നിന്റെ ആശ്രയം ഹരിന്ന്? അതുമാതിരി അട്ടഹസിച്ചില്ല പൊന്നുകുട്ടി. അവൻ പറഞ്ഞു, എന്റെ ഹരിയോ അച്ഛാ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ തൂണിലോ ഉണ്ട് അവിടെയും എന്ന് നിസ്സംശയം പറഞ്ഞു 7 വയസ്സായ കുട്ടി. ഇതാണ് ഭക്തിയുടെ വിശേഷം. അവിടെ 2 പേര് തമ്മിലായിരുന്നു യുദ്ധം. അസുര ചക്രവർത്തിയായിരിക്കുന്ന ഹിരണ്യകശിപു, ആ ക്രൂര മനസ്സ്, 7 വയസ്സ് പ്രായമുള്ള കൊച്ചുകുട്ടി, ശാന്ത സരളമായിരിക്കുന്ന മനസ്സ്, അത് രണ്ടും തമ്മിലാ അവിടെ ഏറ്റുമുട്ടിയത്. ആദർശത്തിലുള്ള ഏറ്റുമുട്ടലായിരുന്നു, പ്രത്യയശാസ്ത്രത്തിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ആ 2 എണ്ണം. അച്ഛനും മകനും അവിടെ മാറി നിന്നു. മനസ്സിലുള്ള വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും തമ്മിലാ ഏറ്റുമുട്ടിയത്. ആ ഏറ്റുമുട്ടലില് ക്ഷമയൊന്നും വിടാതെ, ഏറ്റവാക്ക് പറയാതെ, ശാന്തത പകരം വയ്ക്കാതെ, പണയം വയ്ക്കാതെ, പന്തയം കളിക്കാതെ ആ മകനുണ്ട് പറഞ്ഞു, എന്റെ ഹരി എല്ലായിടത്തുമുണ്ട് എന്റെ പൊന്നച്ഛ. എനിക്ക് മാത്രമല്ല, ഇന്ദ്രചന്ദ്രാദികൾക്ക് മാത്രമല്ല, അങ്ങയ്ക്കും ആശ്രയം ആ ഹരി മാത്രമാണ് എന്നാണ് മകൻ ആണയിട്ടത്. ആലോചിച്ച് നോക്കൂ എത്ര വിശേഷമാണെന്ന്. ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആര്? പ്രഹ്ലാദൻ. എത്ര വേണമെങ്കിലും ധൈര്യം നമുക്ക് കടഞ്ഞെടുക്കാം. നിങ്ങൾ ചെക്ക് കൊടുത്ത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. മനോഗുണങ്ങൾ ഒന്നും തന്നെ, മഹിമകൾ ഒന്നും തന്നെ. അത് നമ്മുടെ മനസ്സിൽ തന്നെ കടഞ്ഞ് എടുക്കണം. നൂല് നെയ്യുന്ന മാതിരി, എന്ത് വസ്ത്രവും ഉണ്ടാക്കുന്ന മാതിരി, സ്പിൻ ആൻഡ് വീവ് വാട്ട് എവർ യു വാണ്ട് ഫ്രം യുവർ ഓൺ മൈൻഡ്. അത്ര വിശേഷപ്പെട്ട ഒരു നിധിയാണ് ഈ മനസ്സ്. തത്കർമ്മ സങ്കൽപ്പ വികൽപകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തദസ്യാത്. കരിമ്പന ഹിരണ്യകശിപു അവിടെ നിന്നാലെന്താ? കണ്ണു തുറിച്ച്. മകന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അച്ഛനാണ് നിയന്ത്രണം മനസ്സിൽ പോയത്, മകന്റെ മനസ്സോ നിയന്ത്രണം പോയില്ല. അതാണ് നമുക്ക് ആവശ്യം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു ശ്ലോകാണ്. ഈ ഏകാദശ സ്കന്ധം എടുക്കുന്ന സമയത്ത്, മുക്തിസ്കന്ധം വ്യപദേശിക്കുന്ന സമയത്ത് എന്താ ഇതിൽ പറയുന്നത്? ഈ കാണുന്നത് മുഴുവൻ മനസ്സിന്റെ വിലാസമാണ്. ദൃഷ്ടം, കാണപ്പെടുക. ഇവിടെ ഒരു വസ്തുവും കാണുന്നില്ല. ഞാൻ ഈ തൂണ് നോക്കുമ്പോ, ഈ പന്തല് നോക്കുമ്പോ, ഈ പന്തൽ എന്നെ കാണുന്നുണ്ടോ? പന്തൽ എന്നെ കാണുന്നുണ്ടോ? കാലത്ത് സൂര്യൻ ഉദിക്കണു, എത്രയോ ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെ. നാം സൂര്യനെ കാണുന്നതൊഴികെ സൂര്യൻ നമ്മളെ കാണുന്നില്ല. സൂര്യന് സംഭവിക്കുന്നത് എന്താ? കാണപ്പെടുകയാണ്. ദൃഷ്ടം. ആ കാണപ്പെടുന്നതൊക്കെ വിനഷ്ടം, നശിക്കുന്നതുമാണ്. അതിലോലം, തീരെ ലോലമാണ്. അലാതചക്രം, അലാതചക്രം.
അലാതചക്രം എന്താ അതിനർത്ഥം? വട്ടം തിരിക്കുന്ന ഒരു തീക്കൊള്ളിന്ന്. ഒരു തീക്കൊള്ളി ഇങ്ങനെ ഒരു കൊള്ളിയാണ്. അതിങ്ങനെ വട്ടം തിരിക്കുമ്പോഴോ ഒരു ചക്രം കാണുന്നുണ്ടോ? നിങ്ങള് ഉണ്ടോ? നല്ലോണം നോക്കിക്കോളൂ. ചക്രം ഉണ്ടോ അവിടെ? പിന്നെ എന്താ ഉള്ളത്? അത് ചക്രമായി തീരുകയാണ്. ആ ഒരു തീക്കൊള്ളി എങ്ങനെയാണോ ഒരു അലാത ചക്രം ഒരു ചക്രമായി തീരുന്നത്, അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കോലാട്ടമാണ്, ഇന്ദ്രിയങ്ങളുടെ പരിലസനമാണ് ഈ കാണുന്നത് മുഴുവനും. അലാത ചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതി മായ. എന്നാൽ ഇതിൽ മുഴുവൻ പ്രകടമാകുന്നത് എന്താ? വിജ്ഞാനം ഏകം. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? അറിയണം എന്നുള്ളവരോടാണോ? അറിവില്ലവരല്ലെങ്കിലും അറിയണം എന്നുള്ളവരോടാണോ ഞാൻ സംസാരിക്കുന്നത്? അതോ വെറും ശ്രോതാക്കളോടോ പ്രേക്ഷകരോടോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, വിജ്ഞാനമേകമുരുധേവ വിഭാതി. ഈ വിജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ല. ഉള്ളുണർവുണ്ട്. ഒരു ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നതായ ഒരു ഉൾ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് വിജ്ഞാനം. അതാണ് ഉണർവ്. ഉണരുന്നത് ഉണർവ്, ഉണരുന്നത് ഉണർവ്, ഉണർത്തിത്തരുന്നത് ഉണർവ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ എന്താ പറയാറുള്ളത്? അയാൾ എണീറ്റു, ഉണർന്നു എന്നാണ് പറയുന്നത്. എന്താ ഈ ഉണർന്നു? ഉറക്കത്തിൽ ഉണർവില്ല, ഞാൻ ഉറങ്ങുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു, സുഖദുഃഖാദികൾ അനുഭവിക്കുന്നു എന്ന് വർത്തമാനകാലം കുറിക്കുന്ന ക്രിയാപദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സംസാരം. അങ്ങനെ ഒന്നും ഉറക്കത്തിലില്ല. അതാണ് ആ ഉണർവ്. ആ ഉണർവ് മാത്രമേ ഉള്ളൂ. അത് ഒന്നേ ഒന്ന്. വിജ്ഞാനം ഏകം ഉരുധേവ വിഭാതിമായ. അതാണ് ഇങ്ങനെ കണ്ണായും മൂക്കായും കാതായും നാവായും ത്വക്കായും അവ മൂലം ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളായി ഇതാ എങ്ങും പരിലസിക്കുന്നത്. സ്വപ്നസ്ത്രിധാ ഗുണവിസർഗകൃതോ വികൽപ. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിനെ പറ്റി നാം പരാമർശിക്കുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നുണ്ടോ? അതോ നമ്മളിൽ തന്നെ മൂന്നവസ്ഥകൾ ജനിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാം കൂടി മൂന്നവസ്ഥകളാണ് മാനസാവസ്ഥകൾ. ഒന്ന് ജാഗ്രത്, എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥ. രണ്ടാമത് ഉറക്കം, ആ ഉറക്കത്തിൽ വഴുതിപ്പോയി ഉണ്ടാകുന്നതാണ് സ്വപ്നം. ഈ മൂന്നെണ്ണമാണ് ഇവിടെ സത്വരജസ് തമോ ഗുണങ്ങൾ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ രചിക്കുന്നത്. അവ മൂലമുണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചം. ഒരാള് എണീറ്റതിന് ശേഷമല്ലാതെ ഈ ലോകത്തിനെ കാണുമോ? അപ്പൊ ലോകം എന്തിനെ പിന്തുടർന്ന് വരണു? ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ ആ ജാഗ്രത അവസ്ഥയെ പിന്തുടർന്ന് ഉണ്ടാകുന്നതാണ് ഈ ലോകം. അപ്പൊ ജാഗ്രത അവസ്ഥയെ ചൊല്ലി ഉണ്ടാകുന്ന ലോകം, ജാഗ്രത അവസ്ഥ ആർക്കുണ്ടോ ആ ആളിലല്ലേ അധിഷ്ഠിതം. എന്താ തത്വയുക്തി മനസ്സിലായോ പ്രേക്ഷകരെ? വെറുതെ വിടില്ല. ഞങ്ങൾ സന്യാസിമാരോ ഉപായക്കാരൊന്നുമല്ല, ഉപായക്കാരൊന്നുമല്ല. സനകാദികൾ പോയത്രേ വൈകുണ്ഠത്തിലേക്ക്, ഭാഗവതം പറയുന്നു. അപ്പൊ സനകാദികൾ കുമാരന്മാരാ, കണ്ടാ വലിയ വയസ്സൊന്നുമില്ല, പ്രായമൊന്നുമില്ല. അങ്ങനെയായിരുന്നു സനകാദികളുടെ സമ്പ്രദായം. അവർ നിത്യബ്രഹ്മചാരികൾ എന്നാണ് പറയുക. അവര് അവിടെ ചെന്നപ്പോൾ ജയവിജയന്മാര് കാവൽക്കാരായിരിക്കുന്നു. അവർക്ക് വലിയ പ്രഭാവം. മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരാ ഞങ്ങളെ, സൂക്ഷിച്ചോളൂന്നും. അപ്പൊ ഇവര് കുട്ടികളാണ് അവിടെ ചെന്നത്. മഹാവിഷ്ണുവിന്റെ അടുത്ത് എല്ലായിടത്തും പോകുന്ന മാതിരി പതിവ് പോലെ പോയി. ജയവിജയന്മാർക്ക് തോന്നി ഈ ചെറുപ്പക്കാര് മഹാവിഷ്ണുവിന്റെ അടുക്കിലേക്ക് വരാൻ ആരാന്ന്. കൈ കാട്ടി പോരുത് എന്ന് പറഞ്ഞു തടുത്തു അവര്. അപ്പൊ കുമാരന്മാർക്ക് എന്താ തോന്നിയത്? ഇവരാരാ നമ്മളെ തടുക്കാൻ? രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ. ഈ വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് രജസ്സും തമസ്സും അവിടെ പ്രവർത്തിക്കുന്നില്ല. സത്വഗുണമൂർത്തിയാണ് മഹാവിഷ്ണു. അവിടെ സത്വഗുണത്തിന്റെ വിശേഷ ഫലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അറിവ്, വിവേകം, ആദരവ്, സന്മനസ്, സഹൃദയത്വം, വരുന്നവരെ സത്കരിക്കാനും സ്വീകരിക്കാനും അവരെ ആലിംഗനം ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി, സ്നേഹം, അസൃണത, ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത്. അതിന് പകരം നിങ്ങളിവിടെ കാണിച്ചത് എന്താ? ഞങ്ങളുടെ മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് പോവാൻ പാടില്ല, ഞങ്ങൾ ഗേറ്റ് കീപ്പേഴ്സാണ്, തടുത്തങ്ങോട്ട് നിർത്തി. അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കരുത്, പോകൂ, 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കൂ, ഒറ്റ ശാപം. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? സൂക്ഷിച്ചോളൂ. ആരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നല്ല പോലെ അറിയണം. കാണുന്നത് മാത്രമല്ല, കാണുന്നതിൻ്റെ ഉള്ളിൽ വേറൊരെണ്ണം ഉണ്ടാവാം. ആലോചിക്കണം.
ശപിച്ച് താഴത്ത് വീണു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ മഹാവിഷ്ണു വേഗം എണീറ്റ് അവരെ സ്വാഗതം ചെയ്ത് അപരാധബോധത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾക്കിതൊന്നും ഏശില്ല എന്നാണ് തോന്നണത്. ഒരു ഭൂമാനന്ദ സ്വാമിജി വേണം കുലുക്കി മറിച്ച് എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ. അപ്പൊ മഹാവിഷ്ണു എണീറ്റ് സ്വാഗതം ചെയ്ത് അഭിനന്ദിച്ച് പറയാണ്, വരൂ വരൂ, എനിക്ക് തെറ്റുപറ്റി. എൻ്റെ ജോലിക്കാരാരെങ്കിലും തെറ്റ് ചെയ്താൽ അത് യജമാനൻ ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളെ തടുത്തു നിർത്തിയ ജയവിജയന്മാരുടെ ദോഷം വാസ്തവത്തിൽ എൻ്റെ അപരാധമാണ്. ഇത് നിങ്ങൾ പൊറുക്കണേ. നിങ്ങൾ ശപിച്ചത് വളരെ നന്നായി. അവർ പോയി നന്നായി വരട്ടെ. എനിക്കൊരു കാര്യം പറയാണ്ട്, എൻ്റെ ഈ പ്രസിദ്ധി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി തരുന്നതാണെന്ന്. കേൾക്കണുണ്ടോ? മഹാവിഷ്ണു പറയാണ്. ആരാ ഈ മഹാവിഷ്ണുവിനെ പറ്റി പറയാനും അറിയാനും? അദ്ദേഹം അനന്തന്റെ മുകളിൽ ഉറങ്ങി ഇങ്ങനെ കിടക്കുന്ന ആളാ. ഒന്നും ചെയ്യണമില്ല, മിണ്ടില്ല, ഉറക്കാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കണ ഒരു മഹാവിഷ്ണുവിനെ പറ്റി ലോകത്തിൽ ആരെങ്കിലും പറയോ? ഉണ്ടെങ്കിൽ അറിവുള്ളവര് മഹാത്മാക്കളെ പറയുള്ളൂ. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രസിദ്ധിയാണ് ഈശ്വരന്. കേട്ടില്ല. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പ്രസിദ്ധിയേ ഭഗവാനുള്ളൂ. ഈ ഭാഗവതം ആരെഴുതിയതാ? ഭഗവാൻ എഴുതിയതാ? വേദവ്യാസർ എഴുതിയതാ? അല്ലെങ്കിൽ വേറൊരാൾ എഴുതിയതാണ്? അങ്ങനെ ഒരു ഈശ്വരനുണ്ട്. അദ്ദേഹം പരമേശ്വരനാണ്, പരമകല്യാണ നിധിയാണ്, അഖില ചരാചരങ്ങളിലും അധിവസിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ലോകം മുഴുവൻ പരിലസിക്കുന്നത്. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്. അദ്ദേഹത്തെ ആശ്രയിച്ചോളൂ. ഒരു കോട്ടവും ഒരു കുറവും വരില്ല. എല്ലാവരുടെയും ദുഃഖക്കണ്ണീര് തുടച്ചു മാറ്റി മനസ്സിലെ ആഹ്ലാദം എന്നേക്കുമായി വാഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നൊക്കെ ആരാ ഈ പറയുന്നത്? മഹാവിഷ്ണുവിനെ അറിയുന്നവരും അറിവുള്ളവരുമാണ്. അപ്പൊ എൻ്റെ ഈ പ്രസിദ്ധി നിങ്ങളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ പറഞ്ഞു നടന്നാൽ എന്നെ എല്ലാവരും അറിയും, അല്ലെങ്കിലോ ഒരാളും അറിയില്ല. എൻ്റെ അസ്തിത്വത്തിനും പ്രസിദ്ധിക്കും ഞാൻ നിങ്ങളോട് വളരെ കടപ്പെട്ടിരിക്കണു എന്ന് പറഞ്ഞാണ് മഹാവിഷ്ണു സ്വാഗതം ചെയ്തത്. ഞാനിത് എന്തിനു പറഞ്ഞു എന്നറിയോ? പാരമഹംസ്യ സംഹിതയാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. പരമഹംസന്മാർക്ക് മാത്രമേ ശ്രീഹരിയെയും മഹാവിഷ്ണുവിനെയും കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് നിർത്തി, സനകാദികളെ മറുഭാഗത്ത് നിർത്തി, ഇടയിൽ ജയവിജയന്മാരെ കൊണ്ടുവന്ന് ദുഷ്കൃത്യം ചെയ്യിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനൊരു പരിഹാരമുണ്ടാവത്തക്ക വിധത്തിൽ അവരുടെ ദുഷ്ടത പോവാൻ വേണ്ടി 3 അസുരജന്മം വരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ച് അവരെ പറഞ്ഞയച്ച് സധീരം സഹൃദയ മനസ്ഥിതിയോടുകൂടി മഹാവിഷ്ണുവിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോവോ? ഒറ്റ ആള് മിണ്ടില്ല, പോവില്ല. നിങ്ങളുടെ ഭക്തിയൊന്നും ഭഗവാനോട് അത്ര അടുത്ത ഭക്തിയല്ല. കവിഞ്ഞത് നമുക്ക് ഒരു നാളികേരം, കുറെ അരിയും നമുക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. ആ മഹാവിഷ്ണു എൻ്റെ കണ്ണിലുണ്ണി, എൻ്റെ കരൾവാസി, അദ്ദേഹത്തെ കഴിച്ചേ ലോകത്തിൽ എന്തുമുള്ളൂ. അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, സഹോദര സഹോദരിമാരാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, വസ്തുവാവട്ടെ, ദ്രവ്യമാവട്ടെ, നിധിയാവട്ടെ, സ്വർണമാകട്ടെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും എൻ്റെ മഹാവിഷ്ണു കരൾവാസിയെ കഴിച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ വേണം കൂട്ടരെ. അവരാണ് ഈ ലോകത്തിൽ സ്വതന്ത്രരായി നടക്കുക. അവരുടെ മുഖത്തിൽ നിന്നാണ് ജഗദീശ്വരന് വേണ്ടിയുള്ള വർണ്ണനകളും വിവരണങ്ങളും നിർഗളിക്കുന്നത്. അവരുടെ മുഖത്തിൽ നിന്നാണ്. ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടാവും, ബാക്കിയുള്ളവർക്ക് സംശയമുണ്ടാവും, ബാക്കിയുള്ളവർക്ക് ഭ്രമമുണ്ടാവും, ബാക്കിയുള്ളവരുടെ തൊണ്ട ഇടറിന്ന് വരും, നാവ് കോച്ചിന്ന് വരും. ആ വിഷമങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് ഭഗവാനെ പറ്റിയാ, ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രവക്താവ് തത്വപ്രവചനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സരസ്വതി വിലാസത്തിൽ എന്തും വരാം. എങ്ങനെ വരാം എന്ന് പറയാൻ പറ്റില്ല. വായിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്നത് താനല്ല. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരഃ സ്വധാംനാ. ധ്രുവൻ ആദ്യമായി മഹാവിഷ്ണുവിനെ സ്തുതിച്ചത് എന്താ? ആ പാവം 5 വയസ്സായ കുട്ടിക്ക് മഹാവിഷ്ണു പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഉള്ളിലിങ്ങനെ തെളിഞ്ഞു കണ്ടു ചതുർഭുജധാരിയുടെ രൂപം. സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ രൂപം മറഞ്ഞു. അപ്പോ അന്ധകാരം. പേടിച്ചിട്ട് കണ്ണു തുറന്നപ്പോ മഹാവിഷ്ണു മുൻപിൽ നിൽക്കണു. ആ കുട്ടി പ്രതീക്ഷിച്ചതല്ല.
കണ്ടപ്പോൾ വല്ലാത്തൊരു പരിഭ്രമമായി. ഭഗവാനെ കണ്ട ആദ്യമായിട്ട് നമ്മൾ സ്തുതിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂ, ഞാൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ മേടിച്ചുകൊണ്ട് വരാമെന്നൊന്നും അല്ല പറയുക. സ്തുതിക്കുകയാണ് ഭഗവാനെ ചെയ്യുക. സ്തുതിക്കാൻ ആ കുട്ടിക്ക് പറ്റിയില്ല. വിഷമം മനസ്സിലാക്കി മഹാവിഷ്ണു എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ള ശംഖ് ആരൂതിയാലും വളരെ മധുരമായിട്ടുള്ള ഉച്ചസ്വരം ഉണ്ടാക്കുന്നതാണ് ഈ ശംഖ്. ആർക്ക് വേണമെങ്കിൽ ഊതാം. ദുഷ്ടനും ഊതാം, ശിഷ്ടനും ഊതാം, പുരുഷന്മാർക്കും ഊതാം, സ്ത്രീകൾക്കും ഊതാം, കോച്ചുന്നവനും ഊതാം, സംസാരിക്കുന്നവരെ എങ്ങനെയുള്ളവർക്കും ഊതിയാലും നല്ല ശബ്ദമേ പുറത്തു വരുള്ളൂ. ആ ശംഖ് കൊണ്ട് കവിളൊന്ന് തലോടി കൊടുത്തു. ആ തലോടിയോടുകൂടി എന്തുണ്ടായി? അതിസുന്ദരമായത്, മധുരമായിട്ടുള്ളത്, ആശയഗംഭീരമായിട്ടുള്ള സ്തുതിയാ വന്നത്. അതിൽ ആദ്യത്തെ സ്തുതിയിൽ പറയുന്നതാണ് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. അങ്ങ് എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് സ്ഥാനമുറപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന, അമർന്നു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ശബ്ദത്തെ വളരെ വിശിഷ്ടമായി നല്ല രീതിയിൽ ഗ്രാഹ്യവും ശ്രവ്യവുമായി പുറത്തേക്ക് കൊണ്ടുവന്നു. അതുമാതിരി എൻ്റെ കണ്ണ്, കാത്, പ്രാണൻ, കയ്യ്, കാല് എല്ലാം തന്നെ അനക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അങ്ങനെയാണെന്ന്. അതാണ് ഭഗവാൻ. എന്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മേപ്പെട്ട് നോക്കി ചൂണ്ടിക്കാട്ടേണ്ടതല്ല, സർവ്വദിക്കിലുമുണ്ട് ആ പ്രകാശം. അങ്ങനെയുള്ള കഥകളും ഉപകഥകളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ എഴുതിയുണ്ടാക്കി ഭഗവാനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി, ഭക്തനെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിർത്തി, അവർ തമ്മിലൊരു സംവാദ രൂപത്തിൽ ജഗദീശ്വരന്റെ സത്യം വെളിപ്പെടുത്തി എല്ലാവർക്കും പ്രഖ്യാപിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അതിന് പരമഹംസന്മാർ തന്നെ വേണം. സ്വപ്നസ്തൃതാ ഗുണവിസർഗകൃതോ വികൽപ. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജാഗ്രത അവസ്ഥയുടെ വികസനവും പരിലസനവുമാണ്. ജാഗ്രത അവസ്ഥ നമ്മുടെയാണ്. അപ്പൊ ഈ ലോകം ജാഗ്രത അവസ്ഥയുടെ പരിലസനമാണെങ്കിൽ ഈ ലോകത്തിന്റെ ഉറവിടം നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉള്ളുണർവാണ്. മനോവശേന്യേഹ്യഭവൻ സ്മദേവ മനശ്ചനാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവഃ സഹസഹീയാൻ യുഞ്ജ്യാദ്വശേതം സഹി ദേവദേവഃ. ഭിക്ഷുഗീതയിൽ നിന്നുള്ളൊരു ഭാഗം ഞാൻ പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? മനോവശേന്യേഹ്യഭവൻ സ്മദേവാ. ആരുടെ കയ്യിലാണോ അവരവരുടെ മനസ്സുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സ്വാധീനമാണെങ്കിൽ നിങ്ങളൊരു ദേവനായി എന്നാ പറയണത് ഭാഗവതം. നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ മനസ്സ്, നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ മനസ്സ്. അരുതാത്തതും കൊള്ളാത്തതും വേദനാജനകവുമായിട്ടുള്ള സംസാരം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. തെറ്റായിട്ടുള്ള ഒരു ദൃഷ്ടി നമ്മുടെ കണ്ണിൽ നിന്ന് പുറപ്പെടരുത്. ശരിയല്ലാത്ത ഒരു കേൾവി, മനസ്സിന് അസഹ്യത ഉണ്ടാവത്തക്ക വിധത്തിലുള്ള ഒരു കേൾവി നമ്മുടെ ചെവി കേൾക്കരുത്. നമ്മുടെ കൈ അനങ്ങരുത് ദുഷ്ടമായ ഒരു പ്രവൃത്തി ചെയ്യാൻ. ഇത് മുഴുവനും മനസ്സാണ് കാരണം. മനോവശേന്യേഹ്യഭവൻ സ്മദേവ മനശ്ചന അന്യസ്യ വശം സമേതി. ഈ മനസ്സ് ഒരാൾക്കും അധീനമല്ല. ആ മനസ്സാണ് എല്ലാറ്റിനെയും അധീനമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവൃത്തികൾക്കും സംസാരത്തിനും ചിന്തകൾക്കും എല്ലാം കാരണഭൂതമായിരിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ആ മനസ്ഥലത്തിൽ പ്രവേശിച്ച് അതിനെ മെരുക്കാനും അതിനെ ഒതുക്കാനും അതിനെ പവിത്രമാക്കാനും പരിഷ്കരിക്കാനും അതിനെ സമ്പന്നവും ധന്യവും അലങ്കൃതവും കോമളവും സുന്ദരവും ആകർഷകവും അനുഗ്രഹകരവുമാക്കി തീർക്കണം നിങ്ങൾ. അതിനാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം അതിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒരു ഉദ്ദേശവും നമുക്കില്ല. നമുക്കിവിടെ കല്യാണം കഴിച്ച് 4 കുട്ടികളുണ്ടായി വലിയൊരു വീട് കെട്ടി ഹൂ എന്ന് പറഞ്ഞ് നടക്കാനല്ല മനുഷ്യജന്മം. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം അവനവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആ കോലാട്ടം കളിക്കുന്ന മനസ്സിനെ മെരുക്കി സുന്ദരമാക്കി തീർക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അത് ചെയ്യാൻ സാധിക്കുന്നവനുണ്ടല്ലോ. ഭീഷ്മോ ഹി ദേവഃ സഹസഹീയാൻ. ആ ആളാണ് ഭീഷ്മനായിരിക്കുന്ന ദേവൻ. എന്തുകൊണ്ടാ ഗംഗാപുത്രന് ഭീഷ്മൻ എന്നുള്ള പേര് വന്നത്? ഭീഷ്മൻ എന്നുള്ളത് ആർക്കുള്ള പേരാ? സത്യവതിക്കുണ്ടായ പുത്രൻ ഗംഗാപുത്രൻ. അദ്ദേഹത്തിന് ഭീഷ്മൻ എന്ന് പറഞ്ഞത് എപ്പോഴാ? അദ്ദേഹത്തിന്റെ അച്ഛൻ ശന്തനു അങ്ങോട്ട് പോയപ്പോ ഒരു മുക്കുവ പെൺകുട്ടിയെ കണ്ടപ്പോ ആ പെൺകുട്ടിയുടെ സൗന്ദര്യമെല്ലാം കണ്ട് ആകൃഷ്ടമായി കല്യാണം കഴിക്കണമെന്നായി.
എളുപ്പമൊന്നുമല്ല കല്യാണം കഴിക്കണ കാര്യം. രാജാവാ വന്ന് ചോദിക്കുന്നത്, ഇപ്പുറത്ത് മുക്കുവന. ആ ചോദ്യത്തിൽ തന്നെ രാജാവ് ദാസനായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാജാവിന് ഉറക്കല്ല, വേർപ്പുണ്ട്, പല വർത്തമാനങ്ങളുമായി. അവസാനം മന്ത്രിമാരിലൂടെ ചോദിച്ച് മനസ്സിലാക്കി എന്താ അച്ഛന് വിഷമം എന്ന്. അപ്പോഴാണ് മനസ്സിലായത്, ഒരു മുക്കുവ പെൺകുട്ടിയെ മോഹിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ പെൺകുട്ടിയെ എളുപ്പത്തിലൊന്നും അച്ഛൻ തരാനുള്ള വട്ടല്ലാന്ന്. അത് കേട്ട ഉടനെ ഗംഗാദത്തൻ പുറപ്പെട്ടു, കുതിരയും കാര്യങ്ങളും ആയി ചെന്നു. മുക്കുവൻ എന്ന് പറയുന്ന ആളെ ചെന്ന് കണ്ടു. എന്താ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം? എൻ്റെ അച്ഛനെ ചൊല്ലി. അച്ഛൻ എൻ്റെ മകളെ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാനൊന്നും ഒരുക്കല്ല. എന്തേ? ഞാനൊരു മുക്കുവനാ. എനിക്കുണ്ടായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് രാജധാനിയിൽ കൊണ്ടുപോയാൽ കാര്യം രാജാവിന് താല്പര്യമുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അവൾക്കും ഒരു കാലത്ത് കുട്ടിയുണ്ടായി എന്ന് വരാം. ആ കുട്ടി മുക്കുവക്കുട്ടിയാവോ അതോ രാജകുമാരനാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ത്? ആ കുട്ടിയെ മുക്കുവക്കുട്ടിയാണെന്ന് പറഞ്ഞ് രാജധാനിയിലുള്ളവരെല്ലാവരും ഒതുക്കി നിർത്തി വിലക്കി നിർത്തുവോ അതോ അവന് സിംഹാസനത്തിനുള്ള പട്ടം കിട്ടുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉറപ്പ് വേണം. കല്യാണം കഴിച്ചാൽ അവൾ രാജ്ഞിയായി. എന്ത്? രാജ്ഞിയായി. ആ രാജ്ഞി ഗർഭം ധരിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത് രാജകുമാരനാണ്. ആ രാജകുമാരൻ സിംഹാസനത്തിനുള്ള അവകാശിയാണ്. ഇത്രയും ഉറപ്പ് വരുത്താമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു തരാം. കല്യാണം കഴിച്ചാൽ തൻ്റെ അച്ഛൻ്റെ ഭാര്യയായി അവള്. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കുന്നത് വരെ എൻ്റെ മകളാ, ഞാൻ നിശ്ചയിക്കുന്നതാണ് നിശ്ചയം. അവിടെ ഒരാളും കയറി വരില്ല. നിങ്ങൾ രാജാക്കന്മാര് ധർമ്മബുദ്ധിയുള്ളവരാണല്ലോ, അപ്പൊ എൻ്റെ പറച്ചിലിൽ തെറ്റു കാണില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ ആവശ്യപ്പെടുന്നത്? അതിലുണ്ടാവുന്ന കുട്ടിയെ രാജകുമാരനായി വാഴിക്കണം. ഓ, സമ്മതിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. രാജപുത്ര, അങ്ങ് മാത്രം സമ്മതിച്ചാൽ പോരാ. അങ്ങ് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായവരുണ്ടെങ്കിൽ അങ്ങ് പോയി എന്നുണ്ടെങ്കിലോ അങ്ങ് നൽകുന്ന പ്രതിജ്ഞ കുട്ടികൾക്ക് ബാധകല്ലല്ലോ. ഓഹോ, അങ്ങനെയാണോ? ഞാനിതാ നിത്യ ബ്രഹ്മചാരിയായി വാഴാൻ തീരുമാനിച്ചു, പ്രതിജ്ഞ ചെയ്യുന്നു എന്നൊരൊറ്റ വാക്കാ. നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യോ? മിണ്ടണ്ട. കഴിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് ബലമാണുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് ധർമ്മബോധമാണ് ഉള്ളത്? പകൽ പറയണു എനിക്ക് ധർമ്മം വേണം, സത്യം വേണം, ഭക്തി വേണം, ധർമ്മം വേണം, സത്യം വേണം, ഭക്തി വേണം. കാര്യം ഒരു പരീക്ഷണ ഘട്ടം വരുന്ന സമയത്ത് ഞാൻ പറയില്ല. എന്തുകൊണ്ട് പറയില്ല? നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ യോഗ്യത കൂടുവോ കുറയോ? നിങ്ങൾക്ക് നന്മ വർദ്ധിക്കുകയോ അതോ കുറയോ? നിങ്ങൾക്ക് ഇഹലോകവും പരലോകവും ഒന്നുപോലെ അടിമയായി തീരില്ലേ? ആ മനസ്സിന്റെ വൈഭവം പ്രകടമാക്കിയാൽ ഞാൻ ഇന്നു മുതൽ നിത്യ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞപ്പോ ആകാശത്തിൽ നിന്നാണത്രേ കുലുങ്ങി കുലുങ്ങി ശബ്ദം പുറപ്പെട്ടത്. ഭീഷ്മ ഭീഷ്മ ഭീഷ്മ. അത്ര ബൃഹത്തും മഹത്തും ഗംഭീരവും ഉദാത്തവും അന്യാദൃശവുമായിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഈ കൊച്ചു കുട്ടിയുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മുഖത്തിൽ നിന്നും നിർഗളിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഉപായപ്പെട്ട മനുഷ്യനല്ല, ലോകത്തിൽ മുഴുവൻ സ്തുത്യർഹനും എല്ലാവർക്കും അനുയായിയാവാൻ പറ്റിയവനുമായ വലിയൊരു നേതാവാണെന്നുള്ള നിലയ്ക്ക് ഒരു കോംപ്ലിമെന്റ്, ഒരു അഭിനന്ദനം കേട്ടു അത്രേ ആകാശത്തിൽ നിന്ന്. ഭീഷ്മോ ഹി ദേവഃ സഹസഹീയാൻ യുഞ്ജ്യാദ്വശേതം സഹി ദേവദേവഃ. അങ്ങനെയുള്ള മനസ്സിനെ നിങ്ങളൊന്ന് മെരുക്കി, ഒന്ന് നിയന്ത്രിച്ച്, ഒന്ന് സൗമ്യപ്പെടുത്തി, അതിൽ നിന്ന് അപകടങ്ങളൊന്നും വരാത്ത തരത്തിലുള്ള ഒരു ശാന്തശീലത വളർത്തിയെടുത്താൽ നിങ്ങൾ ഭീഷ്മനായി തീർന്നു, ദേവദേവനായി തീർന്നു. ഭാഗവതം ഭിക്ഷുഗീതയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണിത്. തം ദുർജയം ശത്രുമസഹ്യവേഗം അരുന്തുതം തന്ന വിജിത്യ കേചിത് കുർവന്ത്യസദ്വിഗ്രഹമത്രമർത്യൈഃ മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢാഃ. ഞാൻ ഈ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? അതോ തലയ്ക്ക് മീതെ പോണുണ്ടോ? തം ദുർജയം ശത്രും അസഹ്യവീര്യം അസഹ്യവേഗം. തം, ആ ദുർജയം, ജയിക്കാൻ വിഷമമായിട്ടുള്ളത്, ശത്രും, ഒരു നിലയ്ക്ക് ശത്രു തന്നെ, പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സ്, അസഹ്യവേഗം, നമുക്ക് തടുക്കാനോ പിടിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു കുതിര ഓട്ടം തുടങ്ങിയാൽ അങ്ങോട്ട് ഓടി പിടിച്ചു നിർത്താൻ പറ്റില്ല. കടിഞ്ഞാണൊന്നും പ്രയോജനമില്ലാത്ത തരത്തിലായിരിക്കുന്നത്. അരുന്തുതം, മർമ്മഭേദകമായിട്ടുള്ളത്. അവസാനം കല്യാണം കഴിച്ചതാണ് ആരെ? കൈകേയിയെ.
കാണാൻ നല്ല കൗതുകമുണ്ട്. രണ്ട് ഭാര്യമാരപ്പുറത്തുണ്ട്. കല്യാണം കഴിച്ചു. ദശരഥന് വലിയ ഇഷ്ടമാണ്. ഒക്കെ ശരി. ആ ദശരഥൻ ആരാ? തൻ്റെ കല്യാണം കഴിച്ച ആര്യപുത്രൻ, തൻ്റെ ഭർത്താവാണ്, രാജാവാണ്. ആ രാജാവിനോടാണ് കൈകേയി തൊണ്ടയിൽ കഴുമ്പില്ലാത്ത തരത്തിൽ സംസാരിച്ചത്. അങ്ങ് നിശ്ചയിച്ചിട്ടുള്ള രാമപട്ടാഭിഷേകം നടക്കില്ല, അതിന് പകരം എൻ്റെ ഭരതനെ അഭിഷേകം ചെയ്യണം, രാമൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകണമെന്ന്. ഈ വാക്ക് പറയുന്ന സമയത്ത് തൻ്റെ ഭർത്താവിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുകയെന്ന് അത് ചിന്തിച്ചില്ല. ആ ഒരൊറ്റ വാക്കിൻ്റെ മുകളിൽ 24 മണിക്കൂറിനുള്ളിൽ കൈകേയി വിധവയായി മാറി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? നമ്മുടെ മനസ്സ് എന്ത് മനസ്സാണപ്പാ? തം ദുർജയം ദുർജയം ശത്രുമസഹ്യവേഗം അരുന്തുദം. മർമ്മഭേദകമായി സംസാരിക്കാൻ ആ വാക്ക് കേട്ടുടനെ പാവം ദശരഥൻ നിലത്ത് വീണു, ഉരുളാൻ തുടങ്ങി. എണീറ്റിട്ടില്ല. രാമൻ വന്ന് നോക്കുമ്പോൾ അച്ഛൻ അവിടെ കിടന്ന് ഉരുള. കാണുമ്പോഴേക്കും എഴുന്നേറ്റ് എന്നോട് മധുരവാക്ക് പറഞ്ഞ് ആലിംഗനം ചെയ്യുന്ന അച്ഛന് എന്തു പറ്റി ചെറിയമ്മേ? ദാ താഴത്ത് വീണ് കിടക്കുന്നുണ്ടല്ലോ. അച്ഛൻ തന്നെ എനിക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തം ഞാൻ ചോദിച്ചപ്പോ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി നിന്റെ അച്ഛൻ കിടന്ന് ഉരുളാണ് എന്ന് പറഞ്ഞു അത്രേ. ആ സീൻ നിങ്ങൾ ആരെങ്കിലും അനുമോദിക്കുന്നുണ്ടോ? അഭിനന്ദിക്കുന്നുണ്ടോ? കൈകേയി ചെയ്തത് ശരിയാണോ? എന്താ പിന്നെ അങ്ങനെ ചെയ്തത്? ആരാ ചെയ്യിച്ചത്? ഈ ചങ്ങാതി, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ചങ്ങാതി. അരുന്തുദം തന്നെ വിജിത്യ കേചിത്. ആ മനസ്സിനെ അടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള പോരും പ്രതാപവും മുഴുവനും. പോരും പ്രതാപവും എന്നോട് പറയുകയാണ്, സ്വാമിജി ഈ ഹിന്ദു സമാജത്തിന് ഒരു ഐക്യമില്ലല്ലോ, പല തെട്ടുകളാണല്ലോ, അവർ ചേരണില്ലല്ലോ, സ്വാമിജി എന്തെങ്കിലും ഒന്ന് പറയൂ, അവർ നേരെയാവട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പറയണോ അത്? എൻ്റെ കാര്യമാണോ എന്ന്. സ്വാമിജി പറയുമ്പോൾ പല ആൾക്കാരും കേൾക്കും. നമ്മുടെ ഇടയിൽ ഹിന്ദുക്കള് ഇപ്പോഴും എന്താ അവരുടെ സ്ഥിതി ആലോചിച്ചോളൂ. ഞാൻ ഇന്നാളെ ആരാധനാലയങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ചിലർക്കുള്ള അഭിപ്രായം, സ്വാമിജി എന്താ ഈ ഹിന്ദുക്കളുടെ ആരാധനാലയത്തെ പറ്റി മാത്രം സംസാരിക്കുന്നത്? നമ്മുടെ ആരാധനാലയങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതിൽ നമുക്ക് ചില ചിട്ടയും ചില വ്യവസ്ഥയും ഉണ്ടാക്കാൻ പറ്റിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഞങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് എന്താ വിശേഷം? അതുപോലെ തന്നെയല്ലേ സർക്കാരിന് മറ്റേ ആരാധനാലയങ്ങളും? ഞങ്ങളെപ്പോലെയുള്ള പൗരന്മാരല്ലേ? ഇവിടെ മതത്തിന് സ്ഥാനമില്ലല്ലോ, സെക്കുലർ ഭരണകൂടമല്ലേ? അതുകൊണ്ട് സെക്കുലർ ഭരണകൂടത്തിൽ മതത്തിന് ഒരു മുൻതൂക്കവുമില്ല. അതുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളും ഒരുപോലെ ആകണം എന്ന് പറഞ്ഞ് വാദിക്കാൻ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടാവോ ഇല്ലേ? എന്താ ഒരു മിണ്ടാതെ? ഉണ്ടാവും കൂട്ടരെ. നമ്മൾ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ പോലീസുകാർക്ക് വന്ന അന്വേഷണം ഏത് സമയത്ത് വേണമെങ്കിൽ നടത്താം, സെക്യൂരിറ്റി നൽകാം എന്നുണ്ടെങ്കിൽ അതുപോലെ നടത്താൻ പ്രവേശിക്കാനും സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലും നമ്മുടെ തെരഞ്ഞെടുത്ത സർക്കാരിന് ഉണ്ടാവേണ്ടേ? അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള വാക്കിന് വല്ല അർത്ഥമുണ്ടോ? നമ്മുടെ പോലീസിനും നമ്മുടെ മിലിറ്ററിക്കും അപ്രാപ്യമാണ് ഇവിടെ പല സ്ഥലങ്ങളും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഭാരതഭൂമിയുടെ അതിർത്തികൾക്കുള്ളിൽ ഒരു സെന്റിമീറ്ററോ ഒരു മില്ലിമീറ്ററോ ഭൂമി ഉണ്ടെങ്കിൽ അത് മുഴുവനും നമ്മുടെ ആഭ്യന്തര വകുപ്പിനും മിലിറ്ററിക്കും പരിശോധിക്കാനും എന്തു വേണമെങ്കിൽ ചെയ്യാനും അവകാശവും അധികാരവും ഉള്ളതാണ്. പരമാധികാരമാണ് നമ്മുടെ സർക്കാരിന്. നിങ്ങൾ സർക്കാരിനെ മാറ്റണമെങ്കിൽ മാറ്റിക്കോളൂ തെരഞ്ഞെടുപ്പ് വഴി. തെരഞ്ഞെടുത്ത സർക്കാരിന് എല്ലാവിധത്തിലുള്ള അധികാരവുമുണ്ട്. അവർ ചെയ്യുന്നത് ജനപ്രീതിക്ക് വേണം, ജനം സമ്മതിക്കുന്ന തരത്തിൽ വേണം. ഇല്ലെങ്കിൽ അവരെ വോട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇതാണ് ഉണ്ടാവുക. ഇപ്പൊ ഡൽഹിയില് ഭരണം പൊളിഞ്ഞു, ഭരണത്തകരാറ് വന്നു. അവിടെ അത് വന്നപ്പോഴാണ് ജനങ്ങളെല്ലാവരും കൂടി ക്ഷോഭിച്ച്, ആരും ഒരു നേതാവും കൂടി ഇല്ലാതെ എത്ര ജനങ്ങളാണ് ഇപ്പൊ അവിടെ പോയിരിക്കുന്നത്. പോലീസ് മുഴുവൻ വലയം ചെയ്തിരിക്കുക. ഇതേവരെ ഇന്ത്യയിൽ കാണാത്തതാ. ഇനിയും ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ജനമുന്നേറ്റം ഉണ്ടാവാം. എങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ലക്കും ലഗാനവുമില്ലാതെ ജനസമുദായത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമാജം മിണ്ടാണ്ടി ഇരിക്കില്ല എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല. 45 ലക്ഷം പേരാണ് കുരുക്ഷേത്രത്തിൽ കൂടിയത്. കേരളത്തിൽ നിന്ന് പോലും സൈന്യത്തിനെ അയച്ചിരുന്നു അന്നവിടെ. അവരെല്ലാവരും കൂടി ധർമ്മം ഭരിക്കണമോ ഇവിടെ, അധർമ്മം ഭരിക്കണമോ എന്നുള്ള ധർമ്മയുദ്ധമാണ് അവിടെ ഉണ്ടായത്. അത് കൂടിയത് എവിടെയാ? അവരുടെ തന്നെ പൂർവജൻ കുരു തപസ് ചെയ്ത് പവിത്രമാക്കിയിരിക്കുന്ന കുരുക്ഷേത്രം എന്ന് പറയുന്ന ധർമ്മക്ഷേത്രം ധർമ്മഭൂമിയിലാണ്.
അപ്പൊ നിങ്ങൾ ആരും നമ്മളെ തിരിച്ചു കാണിക്കരുത്. എന്നാൽ നമുക്കുള്ള കുഴപ്പം എന്താ? ഇതാണ് കുഴപ്പം. കുർവന്ത്യസദ്വിഗ്രഹമത്രമർത്യൈഃ മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢാഃ. നമ്മുടെ സർക്കാർ ഇപ്പോ ഇങ്ങനെ ഒരു അകൃത്യം നടന്നു ഡൽഹിയിൽ എന്നിരിക്കട്ടെ, ഉടനെ അത് ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അത് നിയമവിരുദ്ധമായല്ല, നിയമത്തിന് വിധേയമായി നമുക്ക് ഒരു ജനമുന്നേറ്റമാവാം. ആ ജനമുന്നേറ്റം സർക്കാരിന് നിർബന്ധിക്കാം, അതിനും വിരോധമില്ല. പക്ഷേ ഭരണമോ നിയമമോ നമുക്ക് കയ്യിലെടുക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരന്ന് തെറ്റ് ചെയ്ത മാതിരിയാവും, അതിലും കവിഞ്ഞ തെറ്റാവും നമ്മൾ നിയമം കയ്യിലെടുത്തൊരു മുന്നേറ്റം സംഘടിപ്പിക്കുക നടത്തുക ചെയ്തു കഴിഞ്ഞാൽ. അത് നമ്മൾ വളരെയധികം ആലോചിക്കണം. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ധാർമ്മികമായിരിക്കണം നമ്മുടെ പെരുമാറ്റം. അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മുന്നേറ്റമാവാം. ആ മുന്നേറ്റത്തിന് വേണ്ടതുപോലെ കണ്ടറിഞ്ഞ് ഊഹിച്ചറിഞ്ഞ് വിലയിരുത്തി അതിന് നല്ല നടപടികൾ ജാഗരൂകതയോടുകൂടി എടുക്കാൻ ഏത് ചുമതലാബോധമുള്ള സർക്കാരും ബാധ്യസ്ഥമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെയുള്ള കുഴപ്പം എന്താ? കുർവന്ത്യസദ്വിഗ്രഹമത്രമർത്യൈഃ മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢാഃ. അറിവില്ലാത്തതിന്റെ പേരിൽ അസദ്വിഗ്രഹം അത്ര കുർവന്തി. ശരിയല്ലാത്ത വഴക്കും വെക്കാണോ. ഇവിടെ രണ്ട് സമുദായങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. അവരൊരു കാലത്തും യോജിക്കാൻ പുറപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാരടക്കം യോജിക്കാൻ സമ്മതിക്കില്ല. അടുത്ത കാലത്ത് രണ്ടു കൂട്ടരും കൂടി യോജിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി ആ വാർത്ത കേട്ടപ്പോൾ. ഞാൻ സാധാരണ പെട്ടെന്ന് പുറത്തൊന്നും പോയി പറയാത്ത ആളാണല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുക ടെലിഫോൺ ചെയ്യുക ഒന്നും ചെയ്തില്ല. അവരുടെ ഈ ഐക്യം എല്ലാ കാലത്തും നിൽക്കട്ടെ. ബാക്കി എല്ലാ സമുദായക്കാരും കൈകോർത്ത് പിടിച്ച് അവരെ യോജിപ്പിച്ച് നിർത്തൂ. നമ്മൾക്കിവിടെ ഒരു വ്യക്തിത്വമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് ഒരൊറ്റ ആൾക്കും എതിർത്ത് പറയാനോ എതിർത്ത് പ്രവർത്തിക്കാനോ സാധിക്കില്ല. അത് ടൈം ടെസ്റ്റനാണ്, കാലം പരീക്ഷിച്ചിട്ടുള്ളതാണ്. വേദകാലം മുതൽക്ക് അനാദികാലം മുതൽക്ക് നിലനിന്ന് വരുന്നതാണ്. യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം. യഥോ കൃഷ്ണ തഥോ ജയ. എവിടെയാണോ കൃഷ്ണൻ അവിടെയാണ് ജയം. ഇത് ആദ്യമേ മുതൽക്ക് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലോകത്തിൽ ഒരൊറ്റ ആളെ പേടിയില്ല. എന്താ കാരണം? പേടിക്കുള്ള കാരണങ്ങൾ നമ്മുടെ മനസ്സിലില്ല. ഒരാളെ ഉപദ്രവിക്കാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. സാധിക്കുമെങ്കിൽ ഉപകാരം ചെയ്യാനാണ് ഇഷ്ടം. എല്ലാവരെയും മനസ്സ അണയ്ക്കുന്നവരാണ് നമ്മൾ, അകറ്റി നിർത്തുന്നവരല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ലോകത്തിൽ പേടിയോ? ഒരിക്കലും നമ്മൾ പേടിക്കരുത്, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പുണ്യഭൂമിയാണ്, നാം ജനിച്ചു വളർന്നതാണ്. ഇതിലെ പെരണ്ട് വീണ് മരിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്, പുറത്തു പോവാനല്ല. ഈ ഭാരതാംബയെ വിട്ട് നാം ഒന്നിനെയും തേടുന്നില്ല. സ്വജനനി പോലും ഭാരതജനനിക്ക് താഴെയാണ്. എനിക്ക് സ്വർണ്ണലങ്കയിൽ രുചിയില്ല എന്നാ കൃഷ്ണൻ പറയുന്നത്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. നമ്മുടെ അമ്മ എങ്ങനെയോ അതുപോലെ ജന്മഭൂമിയും സ്വർഗാദപി ഗരീയസി, സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെ മഹത്തായിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ കീഴിൽ വളരെ സുരക്ഷിതരായി ജീവിക്കുന്ന നമ്മൾ, ആത്മബലത്തിന് യാതൊരു കുറവുമില്ലാത്ത നമ്മൾ എന്തിനു പേടിക്കണമെന്നാ എന്റെ ചോദ്യം. നമ്മളെല്ലാവരും കൂടി കൈകോർത്തങ്ങോട്ട് പിടിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ താമസിക്കൂ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ താമസിക്കൂ, നിങ്ങളുടെ പട്ടണങ്ങളിൽ താമസിക്കൂ. അമേരിക്കയിലോ ജാപ്പാനിലോ എവിടെ വേണമെങ്കിൽ പോയി ജോലി ചെയ്തോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഭാരത സന്താനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. വീട്ടംഗങ്ങൾക്ക് എങ്ങനെ കൂട്ടായ്മയോ അതിനേക്കാൾ പ്രബലമായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഭാരത കുടുംബാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്. ആ ഒരു വിചാരം നിങ്ങളിൽ ഉണ്ടാവട്ടെ. അത് വിട്ട് ചിന്തിക്കുന്നതൊക്കെ മർമ്മഭേദകമാണ്, ഒക്കെ തെറ്റാണ്, കുലീനതയല്ല, അത് ധ്വംസകമാണ്. അതൊരിക്കലും നമ്മൾ സമ്മതിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. കുർവന്തി അസദ്വിഗ്രഹമത്രമർത്യൈഃ. മനുഷ്യരുമായി അസദ്വിഗ്രഹം ചെയ്യുന്നു. എന്താ ഈ അസദ്വിഗ്രഹം? വേണ്ടാത്ത കലഹം, വേണ്ടാത്ത വക്കാണം. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവൻ, നീ വേറൊരു ജാതിയിൽപ്പെട്ടവൻ, അതുകൊണ്ട് ഞാനില്ല, നീയില്ല, നീയുണ്ട്, ഞാനില്ല എന്നിങ്ങനെയുള്ള വ്യത്യാസ വാക്കുകൾ പറയുന്നത് നിർത്തൂ. ഇവിടെ ഒരു ഈഴവന്റെ രക്തമെടുത്ത് ഒരു ബ്രാഹ്മണന് കുത്തുവയ്ക്കാം, ഒരു ബ്രാഹ്മണന്റെ രക്തമെടുത്ത് ഒരു ക്രിസ്ത്യാനിക്ക് കുത്തുവയ്ക്കാം, ഒരു ക്രിസ്ത്യാനിയുടെ രക്തമെടുത്ത് ഒരു ബ്രാഹ്മണന് കുത്തുവയ്ക്കാം. അവിടെ ബ്ലഡ് ഗ്രൂപ്പിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, മതം ഇതൊന്നുമില്ല അവിടെ. എന്താ ഞാൻ പറയണത് ശരിയല്ലേ?
അതുമാതിരി മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? എല്ലാ മനസ്സുകളിലുമുണ്ട് കാമക്രോധങ്ങൾ. അത് ജാതിയോ മതമോ ഒരു തരത്തിലും ഒരു വ്യത്യാസവും അതിലില്ല. ഇതെല്ലാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക, കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വെല്ലാൻ ഭൂലോകത്തിലല്ല സ്വർഗത്തിൽ പോലും ഒരു ശക്തിയും ഉണ്ടാവില്ല. 1985-കളിൽ നമ്മുടെ സമാജം ഒട്ടാകെ പരാജയപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യണു എന്ന് ചോദിച്ചപ്പോഴാണ് പുരുഷോത്തമ സ്വാമിജി ഞാനും കൂടി പറഞ്ഞത്, അങ്ങനെ അനാഥപ്പെട്ടതല്ല നമ്മുടെ സമാജം. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നേതൃത്വം. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലും ഉണ്ടാവും, പിൻപിലും ഉണ്ടാവും, നടുക്കിലും ഉണ്ടാവും, പൊക്കോളൂ എന്ന് പറഞ്ഞത്. അനാഥപ്പെട്ടില്ല. ഒരു തീരുമാനം ഉണ്ടായി. ആ തീരുമാനം സൗഹാർദ്ദപരമായി, കലഹമില്ലാതെ, വഴക്കില്ലാതെ സൗഹാർദ്ദപരമായി. ആരാണോ ഈ തകരാറുണ്ടാക്കിയത് അവർ തന്നെ തീരുമാനിച്ചു നമ്മളെല്ലാം ഭംഗിയാക്കണമെന്ന്. അതാണ് ഞങ്ങൾ സന്യാസിമാരുടെ കയ്യിലുള്ള ഒരു പ്രഭാവം. വെറുപ്പില്ലാതെ ശത്രു മനസ്സിനെ താലോലിച്ചും സമാധാനിപ്പിച്ചും കീഴടക്കാൻ സാധിക്കും ഞങ്ങൾക്ക്. രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ രാവണന്റെ അടുത്ത് ചെന്നു. ശ്വാസം വിട്ടിട്ടില്ല, പ്രാണൻ ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്ന് തൊഴുതു ചോദിക്കുകയാണ്, രാവണ ചക്രവർത്തി, അങ്ങ് സ്വർണ്ണലങ്കയിലാണ് താമസിക്കുന്നത്, ഞാൻ കൊച്ചയോധ്യയിലാണ്. എല്ലാം കൊണ്ടും അങ്ങ് മഹാചക്രവർത്തിയാണ്. അങ്ങയുടെ തേരടക്കം സ്വർണമാണ്. അങ്ങയുടെ പ്രഭാവം, അങ്ങയുടെ മേന്മ, അങ്ങയ്ക്കുള്ള സാധ്യതകൾ ഇതൊക്കെ വർണ്ണനീയമല്ല, വളരെ കൂടുതലാണ്. അങ്ങന്റെ ശരമേറ്റ് താഴത്ത് വീണിരിക്കണു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങനെ മഹാപ്രഭുവായിരുന്ന അങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു സതുപദേശം ശ്വാസം പോകുന്നതിന് മുൻപ് എനിക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അത്രേ. ആര്? എവിടെയാ നിങ്ങൾ കേൾക്കുക കൂട്ടരത്? എവിടെയാ കേൾക്കുക? അത് ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള മൊഴി. ഭാര്യയെ കട്ടുകൊണ്ടുപോയ രാവണന്റെ മുൻപിൽ ചെന്ന് പ്രണമിച്ച് ചോദിക്കണു, ശ്രീരാമചന്ദ്ര മഹാപ്രഭു, അങ്ങക്ക് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോന്ന്. അപ്പൊ രാവണൻ പറഞ്ഞു അത്രേ, ഞാൻ മഹാചക്രവർത്തിയാണ്, ഉഗ്രനുമാണ്, അത്യുഗ്രനാണ്. എനിക്ക് എന്ത് വേണമെങ്കിൽ എൻ്റെ വിരൽപ്പുറത്തും എൻ്റെ നാവിൻ്റെ തുമ്പത്തുമായിരുന്നു, ഒരു കഷ്ടവുമില്ല. പക്ഷെ ഒരു തെറ്റ് ഞാൻ ചെയ്തു, ഒക്കെ നാളെ ആവാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ആ നീട്ടലാണ് എനിക്ക് ഈ കുരുത്തക്കേട് ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ട് രാമ, എനിക്ക് പറയാനുള്ളത്, നല്ല കാര്യം എന്ത് ചെയ്യാൻ പുറപ്പെടുമ്പോഴും ശുഭസ്യ ശീഘ്രം എന്ന് പറഞ്ഞു അത്രേ. നോക്കൂ, ഇവിടെ ആ ചരക്ക് നിറയ്ക്കാനായിട്ട് പെട്ടെന്ന് തോന്നി 3-4 ആൾക്ക്. അവർ മറ്റന്നാളാവട്ടെ 4-ാം നാളാവട്ടെ എന്ന് പറഞ്ഞില്ല, അരി കൊണ്ടുവന്ന് അങ്ങോട്ട് നിറച്ചു. അത് കണ്ടപ്പോൾ വേറെ ചിലർക്കും തോന്നി. ഇനി ആർക്കൊക്കെയാണാവോ തോന്നാൻ പോണത്? ശുഭസ്യ ശീഘ്രം. ആ തോന്നുമ്പോൾ അത് ഉടനെ നടത്തണം. വരട്ടെ, അത് ഇക്കൊല്ലം വേണ്ട, അടുത്ത കൊല്ലത്തേക്കാവാം എന്ന് പറഞ്ഞ് നീട്ടിയിട്ടാലോ? എന്ത് നല്ല കാര്യം തോന്നിയോ നിങ്ങൾക്ക് അപ്പ ചെയ്തോളൂ. അത് വലത്തെ കൈ കൊടുക്കുമ്പോൾ ഇടത്തെ കൈ അറിയരുത് എന്നാ പറയുക. അങ്ങനെ പെട്ടെന്ന് വേണം എന്ത് നല്ല കാര്യങ്ങളും ചെയ്യാൻ. ആരെങ്കിലും ശകാരിക്കേ, കുറ്റം പറയേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് വേണ്ട നാളെ എന്ന് പറഞ്ഞ് നീട്ടിയിട്ടുള്ളൂ. അവനെയോ ഒരു തൊള്ള പറഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് വേണ്ട നാളെ ആവാം. അപ്പം നാളെ ആകുമ്പോഴേക്കും കുറെ ശമിക്കും. ഒരു ദിവസവും കൂടി നീട്ടിക്കൊണ്ടുപോവുക, അപ്പം സംസാരിക്കുകയുണ്ടാവില്ല. അങ്ങനെ ശുഭസ്യ ശീഘ്രം അശുഭസ്യ കാലഹരണം, ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഒരു ഉപദേശം കൊടുത്തു അത്ര. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? കുർവന്ത്യ സദ്വിഗ്രഹമത്ര മർത്യൈഹി മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢാഃ. ചിലരെ മിത്രമായും ചിലരെ രണ്ടുമല്ലാത്ത ഉദാസീനന്മാരായും ചിലരെ ശത്രുക്കളായും കണ്ട് കൈ കുലുക്കാതെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാതെ അവരെ കണ്ട ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇതൊന്നും ശരിയല്ല. ഭാരതീയ സന്താനങ്ങളെ, നിങ്ങൾ യോജിച്ചു നിൽക്കൂ. നമുക്ക് നല്ല ഒരു സംഖ്യാബലമുണ്ട് ഇവിടെ. ആ സംഖ്യാബലം എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള ഭരണം ഇന്ന തരത്തിൽ വേണം എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ? അധികാരം നമുക്കില്ലേ? അവിടെ ചെന്ന് വഴിപാടിട്ട് അവിടെ പണം ഇങ്ങനെ കൂമ്പാരം കൂട്ടിപ്പിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ? അതോ നാം സമർപ്പിക്കുന്ന സമർപ്പണോപഹാരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കപ്പെടണം എന്ന് പറയാനുള്ള ആലോചനയ്ക്കുള്ള അവകാശവും ഉടമസ്ഥാവകാശവും നമുക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ പിന്നെ മൂഢന്മാരായി ദുർബലന്മാരായിരിക്കുന്നത്? ഞങ്ങള് ഭഗവാന് വേണ്ടി എല്ലാം കൊടുക്കണം. നിങ്ങൾ കൊടുക്കണത് ഏത് ഭഗവാനാ എടുത്തത്? ഒന്ന് കേൾക്കട്ടെ. ഒരു നവരത്നമാല കൊണ്ടുവച്ചു ഭഗവാന്റെ കഴുത്തിൽ അണിയാൻ.
ഭഗവാൻ അത് എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം കഴുത്തിലിട്ട് അണിയണ്ട. ആ നവരത്നമാല അണിയിക്കുന്നത് ആരാ? ഒരു ശാന്തിക്കാരൻ. കൊടുക്കണത് ആരാ? മാനേജ്മെന്റ്. എടുത്തു വയ്ക്കണതോ അവര്. അപ്പൊ നിങ്ങൾ കൊടുക്കണത് ഭഗവാനാണോ വാസ്തവത്തിൽ? അതോ നിങ്ങൾ കൊടുക്കണത് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യഹസ്തങ്ങളോ? മനുഷ്യഹസ്തങ്ങളാണെങ്കിൽ അത് വേണ്ടതുപോലെ വേണം എന്ന് പറയാനുള്ള ഒരു ചുമതല നിങ്ങൾക്കില്ലേ? അധികാരമില്ലെങ്കിലും എന്തുകൊണ്ട് പറയുന്നില്ല? ഇത് ഞാൻ പറയുമ്പോ പറയാണ്, സ്വാമിജി തന്നെ പുറപ്പെടണം. ഞാൻ എന്ത് പുറപ്പെടണ? ഇപ്പോഴും എനിക്ക് വയ്യ, വയസ്സ് 80 എന്നാലും ഒരു അനാഥത്വം വന്നു പോയാൽ ഈ സ്വാമിജി തുള്ളിച്ചാടും. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. കാര്യം ഞങ്ങൾ ആശ്രമവാസികളാണ്. വരുന്ന ഭക്തന്മാരോട് സംസാരിക്കുക, തപസ് ചെയ്യിപ്പിക്കുക. ഞാനൊരു ബ്രഹ്മനിഷ്ഠനാ. എപ്പോ നോക്കിയാലും എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ശ്ലോകമാണ്, ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവാ. ഇത് കൊല്ലങ്ങൾ മുൻപ് ഞാൻ ജ്ഞാനാശ്രമത്തിലല്ല, ആ കളംകൃഷിയിലിരിക്കുന്ന കാലത്ത് എന്താ ഞാൻ പറയാ, ലിറ്ററിൽ വെച്ചുണ്ടാക്കിയ ശ്ലോകം. അത് മനസ്സിൽ ആ സമയത്താ പുറത്തുനിന്ന് വന്നത്. 2 അതിലൊന്ന്. ഇതാണ് ഞങ്ങളുടെ ബ്രഹ്മനിഷ്ഠ. ആ ബ്രഹ്മനിഷ്ഠയിൽ ഇങ്ങനെയുള്ള കലഹലത്തിനും പിടിക്കലും ഒന്നും പോണമൊന്നുമില്ല. എന്നാലും ഞാൻ നമ്മുടെ സമാജത്തിൽ ജനിച്ച ഒരു സമാജാംഗമാണ്. ആ സമാജം അനാഥപ്പെടുന്നു, ദുർബലപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഒരിടയിളക്കം വന്നു പോവുക. അപ്പൊ ഞങ്ങളുടെ സന്യാസവും നിഷ്ഠയൊക്കെ അവിടെ ഉണ്ടാവും. എങ്ങനെയാണ്? കൃഷ്ണൻ തേരാളിയായേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു, അമ്പും വില്ലും എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വേണ്ടി വന്നപ്പോ ഭീഷ്മരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കൂർത്തുമൂർത്ത ശരങ്ങൾ ഉപയോഗിക്കണില്ല അർജുനൻ എന്ന് കണ്ടപ്പോ കടിഞ്ഞാണ് വിട്ട് എടുത്തങ്ങടി ചാടി ചോട്ടിലേക്ക്. കേൾക്കണുണ്ടോ നിങ്ങള്? എടുത്തങ്ങടി ചാടി. നീ അമ്പും വില്ലും പ്രയോഗിക്കില്ല പടക്കളത്തിൽ വന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സുദർശന ചക്രം കൊണ്ടുപോയി കളയാമെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു. ഉടനെ അർജുനനും ചാടി. പിന്നാലെ ഉത്തരീയം പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഞാൻ കൂർത്തുമൂർത്ത ശരങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചാട്ടം ഭൂപാനന്ദ സ്വാമിയും ചാടിക്കളയാം. പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഒരിക്കലും കൂസരുത്. എന്തുകൊണ്ടാണ് ഈ അനൈക്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? എല്ലാവരും നന്നാവട്ടെ, നമ്മളും നന്നാവും. നിങ്ങൾ എന്തിനാ ഈ തടസ്സം നിൽക്കണത്? നമുക്ക് കൈകോർത്ത് പിടിക്കാൻ എന്താണ് വിഷമം? പഴയ കാലത്തല്ലേ ജാതിഭേദം എന്നൊന്നും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എല്ലാവരും പോകുന്നത് ഒരൊറ്റ ദേവസന്നിധിയിലാണ്. ആ ദേവസന്നിധിക്ക് പലരും പോയിക്കൊണ്ടിരുന്നില്ല. ഇന്നിപ്പോ എല്ലാവരും പോയി തുടങ്ങി. അതാകട്ടെ നമ്മുടെ കേന്ദ്രീകരണം. നമ്മൾ എല്ലാവരും പോയി തൊഴുതുന്ന ദൈവം, ആ ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ ഹരിജനങ്ങളെ കൊണ്ട് പഞ്ചവാദ്യ സേവ അനുവദിക്കാതെ ഗുരുവായൂർ ദേവസ്വം കഴിച്ചുകൂട്ടിയത്. അത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഗുരുവായൂരിൽ ചെന്ന് അന്വേഷിച്ച് എന്താണ് ഇതിന്റെ സ്ഥിതി ഗതി എന്നൊക്കെ മനസ്സിലാക്കി 10 കൊല്ലം പട്നിയും പാടുമായി ഞങ്ങൾ കഷ്ടപ്പെട്ടു. എന്നിട്ട് ഹരിജനങ്ങളെ കൊണ്ട് പഞ്ചവാദ്യ സേവ നടത്തിക്കാൻ വേണ്ട ഒരു പ്രമേയം ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി പാസ്സാക്കി. എന്നിട്ട് 1000 ചേർന്ന് പഞ്ചവാദ്യം കൊട്ടിച്ചു അവിടെ. പക്ഷെ ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കാനുള്ളവരല്ല, ഞങ്ങൾ ബ്രഹ്മോപദേശം ചെയ്യുന്നവരാണ്. ഭാഗവതത്തെ പറയണു, എത്ര വേണമെങ്കിലും പറയാം, അശ്രാന്തമായിട്ട് പറയാം. ഞാൻ വളരെ വൈക്കോട് കൂടിയിട്ട് വന്നിരിക്കുകയല്ല അവിടെ, നല്ല ക്ഷീണത്തോട് കൂടിയിട്ടാ. എന്നാലും ഇത്രയധികം സദസ്യരെ നോക്കി മിണ്ടാതെ ഇരിക്കരുതല്ലോ, വാചാലത ഇവിടെയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കാനും ഓടാനും ചാടാനും ഉള്ളവരല്ല. അന്നത് കൊട്ടിച്ചു, അതിനുശേഷം ഇന്നേ വരെ കൊട്ടിയിട്ടില്ല. ഒരവകാശം മേടിച്ചു കൊടുത്തു. അപ്പൊ അവര് അത് ഉപയോഗിക്കണില്ല. എവിടെ ചെന്നാലും ഇതാ സ്ഥിതി. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മാന്യന്മാരൊക്കെ ഞെളിഞ്ഞു പിന്നാക്കം നിൽക്കുക, ഞങ്ങളുടെ കൂടെ വരില്ല. കൂടെയുള്ളവരൊക്കെ താഴെ തട്ടിലുള്ളവരാ, ഈ ഇടയിലുള്ളവരൊന്നും വരില്ല. ഇവരുടെ മീശയും ഇവരുടെ എന്താണാവോ എനിക്ക് മനസ്സിലാവണില്ല. നാമം ജപിച്ച് തെരുവിൽ പോവാൻ നമുക്ക് എന്തിനു പേടിക്കണം? ചൈതന്യ മഹാപ്രഭു പറഞ്ഞില്ലേ, വീട്ടിൽ നാമം ജപിക്കരുതെന്ന് സുൽത്താൻ ഓർഡർ ഇട്ടപ്പോ പുറത്ത് കിടന്ന് ജപിക്കൂന്ന് അന്ന് പറഞ്ഞതാ.
ഞങ്ങൾ എവിടെ പോയി എത്ര തവണ ഞങ്ങൾ പ്രൊട്ടക്റ്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ചെന്നാലും ഞങ്ങളുടെ വായിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എപ്പോഴും എവിടെ നോക്കിയാലും. അപ്പൊ അവർ പോയവരൊക്കെ പേരെഴുതാൻ ഇത്തിരി നേരം മിണ്ടാണ്ടിരിക്കണമെന്ന് ആരെങ്കിലും ഒന്ന് ആംഗ്യം കാണിച്ചാൽ മിണ്ടാണ്ടിരിക്കും. പേരെടുത്ത് കഴിഞ്ഞാൽ തുടങ്ങി ഹരേ രാമ. നമ്മുടെ എതിരാളികൾ പറയും അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറയണമെന്ന്. പോലീസുകാർ ചോദിക്കും അവർ നാമം ജപിക്കുന്നത് എങ്ങനെയാ ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പറയാന്ന്. നമ്മൾ നാമം ജപിക്കരുത്, അപ്പൊ നമുക്ക് ശക്തി കൂടുതലാണത്ര. നമ്മുടെ എതിരാളികൾ പറയാ നാമം ജപിക്കാൻ പാടില്ലേ. നമ്മുടെ നാട്ടിലോ? പുറത്തു വേണമെങ്കിൽ അവരങ്ങനെ പറയുമായിരിക്കാം. ഈ നാട്ടിലത് സമ്മതിക്കാൻ തരില്ല. എവിടെ വേണമെങ്കിലും എവിടെ ജപിക്കും. നമ്മൾ ഭഗവാന്റെ പേര് പറയും, കുറ്റം പറയില്ല, നിലവിളിക്കില്ല, ഭഗവാന്റെ പേര് പറയും. അപ്പൊ ആ പേരും പറഞ്ഞ് ഈ ഐക്യമുണ്ടാക്കി നമുക്കൊരു നല്ല അഡ്രസ്സും മേൽവിലാസവും ഒക്കെ ഉണ്ടാവണം, ഒരു സദ്ഭരണം ഉണ്ടാവണം. ഇവിടെ നമ്മുടെ മെജോറിറ്റി ഭൂരിപക്ഷം ജനത ഒരിക്കലും അവഗണിക്കപ്പെടരുത്. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയി ജീവിക്കരുത്. നാം മതം നമുക്കൊരു മതമില്ല. ഹിന്ദുക്കളുടെ മതമല്ല, ധർമ്മമാണ്. ഹിന്ദുധർമ്മം മതത്തിൽപ്പെട്ടതല്ല എന്ന് സുപ്രീം കോർട്ട് വിധിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ ഹിന്ദു മതക്കാര് എന്ന് വിളിക്കണേ? ഇത് ചോദ്യം ചെയ്യണം നമ്മള്. വി ഡോണ്ട് ബിലോങ് ടു എ റിലിജൻ അറ്റ് ഓൾ. വി ആർ നോട്ട് റിലിജനിസ്റ്റ് അറ്റ് ഓൾ. ഡോണ്ട് കോൾ us എ റിലിജൻ ഓർ റിലിജനിസ്റ്റ്. വി ആർ ടോട്ടലി ഡിഫറെന്റ്. വി ഹാവ് ഇൻഹെറിറ്റഡ്, we have also imbibed something called dharma, the code of righteousness. That is what we have imbibed. That is our strength. ഞങ്ങളുടെ ആശ്രമത്തിൽ വിദേശികൾ വരും, വെള്ളക്കാർ വരും, പലതരത്തിലുമുള്ളവരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒരാളോടും മതത്തിന്റെ പേരിലല്ല സംസാരിക്കുന്നത്, സംസ്കാരത്തിന്റെ പേരിലാണ്, ദാർശനികത്വത്തിന്റെ പേരിലാണ്, ആധ്യാത്മികതയുടെ പേരിലാണ് സംസാരിക്കുന്നത്. മനുഷ്യ വ്യക്തിത്വം, അതിലുള്ള ഐന്ദ്രിയതലം, വാചികതലം, മനസ്തലം, ബുദ്ധിതലം, എല്ലാറ്റിനെയും കവച്ചു വയ്ക്കുന്ന ആത്മതലം, ഇങ്ങനെ 5 വിഷയങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതൊരു ഹിന്ദുവിലും അഹിന്ദുവിലും എല്ലാവരിലും ഒരുപോലെയാണ്. അപ്പൊ ഒരു ഹിന്ദു എന്ന് പറയുന്ന ആളെ നോക്കി ഒരിക്കലും നിങ്ങൾ മതം എന്ന് പറഞ്ഞു പോകരുത്, മിണ്ടരുത്. ഹിന്ദുസ്ഥാനം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പേരാണ്. ഹിമാലയാത് സമാരഭ്യ യാവത് ഇന്ദു സരോവരം തദ്ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. കുലാർണവ തന്ത്രത്തിലുള്ള ശ്ലോകമാണത്. ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി ഇന്ദു സരോവരം വരെ നീണ്ടു നിൽക്കുന്ന ദേവനിർമ്മിതമായിരിക്കുന്ന ഭൂപ്രദേശം ഏതോ അതിനാണ് ഹിന്ദുസ്ഥാനം. ഹിമാലയത്തിന്റെ ഹിയും ഇന്ദു സരോവരത്തിന്റെ ഇന്ദു കൂട്ടിച്ചേർത്ത് ഹിന്ദുസ്ഥാനം എന്നൊരു പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഹിന്ദുസ്ഥാനത്തിൽ ജനിച്ച ഹിന്ദുസ്ഥാനികളാണ് നാം, അല്ലാതെ നാം ഹിന്ദു മതക്കാരല്ല. ഏതോ ഒരു ബ്രിട്ടീഷുകാർ നമ്മളെ ഒരു മതമാക്കി തീർത്തു എന്ന് പറഞ്ഞ് 65 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ തെറ്റ് തീർക്കാൻ ഇവിടെ ചുമതലപ്പെട്ട ഒരു സർക്കാരില്ല. ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ഒരു റേഷൻ കാർഡ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ റേഷൻ കാർഡിൽ ഭൂമാനന്ദ സ്വാമി ഗൃഹനാഥൻ, കേൾക്കണോ നിങ്ങൾക്ക്? ഗൃഹനാഥൻ. ബാക്കിയുള്ളവരാരാ? കുട്ടികളാന്ന് പറയാൻ പറ്റില്ല. ഒക്കെ സഹോദരൻ, സഹോദരി, ആന, കുതിര, ഒട്ടകം എന്നൊക്കെ. അതങ്ങോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്ത് ഗ്രഹപ്പിഴയാപ്പാ അത്? നമ്മുടെ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും ആദരിക്കുന്ന ഈ സന്യാസം സ്വീകരിച്ചതിന്റെ പേരിൽ നമുക്കൊരു റേഷൻ കാർഡ് വേണ്ടതുപോലെ ഞങ്ങളുടെ വിവരണം നൽകിക്കൊണ്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിക്ക് ഒരു എഴുത്തെഴുതി. അതിന്റെ കോപ്പി സെൻട്രൽ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിക്ക് അയച്ച നടപടിയെടുക്കാൻ പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞിരിക്കുക, റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്തത് തെറ്റായി, നിയമവിരുദ്ധമാണ്, അത് കണ്ടുകെട്ടാൻ പോവാ, നിങ്ങൾക്ക് സ്പെഷ്യൽ റേഷൻ പെർമിറ്റ് തരാൻ പോവാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ഭൂമാനന്ദ സ്വാമിജിയുടെ തലയിലായി ഈ അക്ഷത മുഴുവനും. ഇവിടെ വേറെ ഒരു കുഞ്ഞില്ല സംസാരിക്കാൻ. ഒരു സന്യാസി സ്ഥാപനത്തിന് സന്യാസി സ്ഥാപനമായി വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് അതിന്റെ മഠാധിപതിയോ എന്താ നിങ്ങൾ കേൾക്കാൻ പോണെന്നാ പറഞ്ഞ ശിഷ്യന്മാരും ഗുരുവും എല്ലാം കൂടി ജീവിക്കുന്ന ഒരു സങ്കേതമാണ് ഒരാശ്രമം. അതിൽ ഗൃഹനാഥൻ, പിന്നെയുള്ളവരോ ഭാര്യയോ മക്കളോ. നാണാവില്ലേ നിങ്ങൾക്ക് എന്നാ ചോദിക്കണേ ഞാൻ. ഇവിടെ പഠിപ്പുള്ളവരില്ലേ? വിദ്യാസമ്പന്നരില്ലേ? IAS ഓഫീസർമാരില്ലേ? ഏത് ജനവിഭാഗത്തെയും നിലനിർത്താനാണല്ലോ സർക്കാർ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ലക്ഷോപലക്ഷം വരുന്ന സന്യാസിമാർക്ക് പേരും മേൽവിലാസവും ഇല്ലാത്ത തരത്തിൽ ഒരു ഭരണ സംവിധാനമാണോ ഇവിടെയുള്ളത്? ഇതിലേറെ നാണക്കേട്.
എവിടെ നാണക്കേടുണ്ട്? എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരാളും ചോദ്യം ചെയ്യണില്ല. നിങ്ങൾ എപ്പോഴാ നേരെയാവാന്ന എൻ്റെ ചോദ്യം. എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ ആവശ്യപ്പെടരുത് കേട്ടോ. ആവശ്യപ്പെട്ട എൻ്റെ നാവിന് വലിയ മൂർച്ചയാണ്. ഞാൻ നല്ല പോലെ ഭരണം അറിയുന്ന ആളാണ്. സുപ്രീം കോർട്ടിൽ 2 പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ 2 പെറ്റീഷനും അനുവദിക്കപ്പെട്ടു സുപ്രീം കോർട്ടിൽ. ഇനി ഒന്ന് കൊടുക്കാൻ പോവാ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കം നമ്മുടെ അടുത്ത് വരികയും സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, സ്വാമിജി കൊണ്ടുവരൂ, ഇത് ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറയാറുണ്ട് അവർ. പകുതി കാര്യങ്ങൾ കോർട്ടിനെ സമീപിച്ച് നമുക്ക് നേരെയാക്കി എടുക്കാം എന്നുള്ളതാണ്. എൻ്റെ മനസ്സ് വല്ലാതെ ഇടിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല ക്ഷേത്രത്തിൽ ഒരു കള്ളജ്യോതി ഉയർത്തി എല്ലാവരും അത് ആകാശജ്യോതിയാണെന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടിരുന്നു. അവസാനം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി. ഹൈക്കോടതി വരെ എന്ത് ചെയ്തു? അത് മനുഷ്യനോ അതോ മനുഷ്യനല്ലാത്തതോ എന്ന് ചോദിച്ച് അവസാനം മിണ്ടാതെ മിണ്ടി സമ്മതിച്ച് ഇനിയിപ്പോൾ മേശാന്തി കൊളുത്തുക എന്നുള്ളൊരു നിലയായി. പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ. അയ്യപ്പന് പൃഷ്ഠം കാണിച്ചുകൊണ്ട് ആകാശത്തിലുള്ളൊരു തിരുവാഭരണമണിഞ്ഞ അയ്യപ്പനെ കാണാനാണ് അവിടെ എല്ലാവരും പോണത്. ആ അയ്യപ്പന് ചന്തി കാണിച്ചുകൊണ്ട് വേറെ ആരോ ഒരാൾ അവിടെ ഒരു ജ്യോതി കൊളുത്തുന്നുണ്ട് അത്രേ. അതിനെ നോക്കിയിട്ട് അത് വലിയ ജ്യോതിയാന്ന് പറഞ്ഞു വരാൻ നാണാവില്ലേ നമുക്ക്? ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണോ നമ്മുടെ മതസിദ്ധാന്തങ്ങൾ, നമ്മുടെ തത്വവിചാരങ്ങൾ എന്ന് വളരെയധികം ഗൗരവത്തോടു കൂടി ചോദിക്കേണ്ടതാണ്. ശരി, അങ്ങനെ നിൽക്കട്ടെ. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവാ. ഹരിഹി ഓം, ഹരിഹി ഓം. എല്ലാവരും ആ ശക്തി ഒന്ന് ഞാൻ കാണട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഐക്യമുണ്ടോ എന്നൊന്ന് തോന്നട്ടെ. ഇവിടെ ഈ സത്രശാല അഭൂതപൂർവമായിരിക്കുന്ന ഒരു ഐക്യ തേജസ്സിന്റെ പരിലസനമായി, ദൃഷ്ടാന്തമായി തീരട്ടെ. ഇതാ എല്ലാവരും മുക്തകണ്ഠം ജപിക്കൂ. ഓ ഹരിഹി ഓം തസ്സ.